ഈ ദിവസങ്ങളിലൊക്കെ രാവിലെ ഞാൻ ഉണരുമ്പോൾ മാർ അപ്രേമിൻ്റെ ഒരു മെമ്ര ഗീതമാണ് എൻ്റെ ധ്യാനത്തിന്, പ്രാർത്ഥനയ്ക്ക്, വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥനയ്ക്ക് ഒരു ആരംഭം കുറിക്കുവാൻ വേണ്ടി ഞാൻ എടുക്കുന്നത്. ആ പ്രാർത്ഥനയിലെ അവസാനത്തെ വരികൾ ഞാൻ പാടുകയാണ്. നമുക്കറിയാവുന്നതായിരിക്കാം, ഒരു പക്ഷേ അത് വളരെ അനുഗ്രഹീതമാണ് ഒരു ദിവസം ആരംഭിക്കാൻ എന്ന് ഞാൻ വിചാരിച്ചു. അഭിമന്യ തിരുമേനി പറഞ്ഞതുപോലെ എൻ്റെ ജീവിതവും ദൈവസന്നിധിയിൽ ഒരു വിശുദ്ധ അർപ്പണമായി തീരണം എന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ടും പ്രാർത്ഥിക്കുന്നതുകൊണ്ടും ഞാൻ ആ വരികൾ വളരെ കാര്യമായി എടുത്തിട്ടുണ്ട്. എന്നാഥാ നിൻ തിരുമുമ്പിൽ ആത്മശരീരമനസ്സുകളെ ശോഭ കലർന്ന വിളക്കുകളായി ഞാൻ കത്തിക്കാറാകണമേ. ആത്മശരീരമനസ്സുകളാം എന്നുടെ തിരുമുൽ കാഴ്ചകളെ തദസുദശ്വാസപ്രദനെ അൻപോടു കൈക്കൊണ്ടിടണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ശരീരാത്മദേഹികളെ തിരുസന്നിധിയിൽ എൻ്റെ ദൈവമേ ഒരു തിരുമുൽ കാഴ്ചയായി അർപ്പിക്കുവാൻ ഞങ്ങൾക്ക് നീ സഹായിക്കണമേ. തിരുമുമ്പിൽ ഞങ്ങൾ കഴിക്കുന്ന ഓരോ ജീവിത നിമിഷങ്ങളും ദൈവത്തോടുകൂടെ നിശ്ചിത കണ്ടെത്തപ്പെടുന്ന സന്ദർഭങ്ങളായി ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്ന തിരുവത്താഴത്തിനായി ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. ദൈവമായ കർത്താവേ, ഒരേ സമയം ഞങ്ങളെ രണ്ട് ലോകങ്ങളിൽ നിർത്തുന്ന തിരുവചനത്തിൻ്റെ രഹസ്യങ്ങൾക്കായി, തിരുവത്താഴത്തിൻ്റെ രഹസ്യങ്ങൾക്കായി ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു. ദൈവമായ കർത്താവേ, തിരുമേനി ഞങ്ങളെ ഓർമ്മിപ്പിച്ചതുപോലെ ഞങ്ങളൊരു കുർബാനയായി തീരുവാൻ ദൈവം ഞങ്ങൾക്ക് സഹായിക്കണമേ. ഞങ്ങളുടെ ശരീരത്തിൻ്റെ കന്മഷങ്ങളെയും ഞങ്ങളുടെ ആത്മാവിൻ്റെ കന്മഷങ്ങളെയും കർത്താവെ തിരുരക്തത്താൽ നീ കഴുകിക്കളയുന്നത് കൊണ്ട് നിരന്തരമായ ശുദ്ധീകരണത്തിലൂടെ, അനുതാപത്തിലൂടെ, കുമ്പസാരത്തിലൂടെ ദൈവം തമ്പുരാനെ ഞങ്ങൾ തിരുസന്നിധിയിൽ അവിടുത്തെ ശരീരത്തിൻ്റെ തന്നെ ഭാഗമായി അവിടുത്തെ രക്തം ഞങ്ങളിൽ ഒഴുകുന്നതിനാൽ നിൻ്റെ ഊർജം ഞങ്ങളിലൂടെ പ്രസരിപ്പിക്കപ്പെടുവാൻ തക്കവണ്ണം ദൈവം കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളൊരു ഉടമ്പടി സമൂഹം എന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഉടമ്പടിയെ ആഘോഷിക്കുവാൻ ഞങ്ങൾക്ക് നീ കൃപ തരണമേ. ഇന്നലെ ഞങ്ങളെ കേൾപ്പിച്ച തിരുവചനത്തിനായി സ്തോത്രം. ഞങ്ങളൊരു ഉടമ്പടി സമൂഹമാണ് എന്നും ആ ഉടമ്പടി യേശുവിൻ്റെ രക്തത്താൽ, യേശുവിൻ്റെ ജീവൻ്റെ വില കൊടുത്തുണ്ടാക്കിയതാണെന്നും ഞങ്ങൾ ഓർക്കുവാൻ, തിരുസന്നിധിയിൽ ഞങ്ങളെ തന്നെ വിനയപ്പെടുത്തുവാൻ ദൈവം സഹായിക്കണമേ. കോവിഡ് കാലത്ത് തൻ്റെ ജീവനെ ഒരു ചെറുപ്പക്കാരന് വേണ്ടി വെച്ചു കൊടുത്ത ഒരു പട്ടക്കാരൻ്റെ ജീവിതത്തെക്കുറിച്ച് ഞങ്ങൾ ഇന്നലെ സ്മരിച്ചു. ആ നിൻ്റെ ദാസൻ ഒരു കുർബാനയായി മാറിയപ്പോൾ ജീവൻ പകരുന്ന അനുഭവമായി ദൈവമായ കർത്താവെ ഞങ്ങളെ വെല്ലുവിളിച്ച തിരുവചനത്തിനായി സ്തോത്രം. ഈ വൈകുന്നേരവും ഞങ്ങൾ നിൻ്റെ സന്നിധിയിലേക്ക് വരുന്നു. കർത്താവ് ഞങ്ങളോട് സംഭാഷിക്കണമേ. ഈ വചനം ഞങ്ങൾക്ക് ജീവൻ നൽകുന്നതും ജീവിപ്പിക്കുന്നതുമായി തീരുവാൻ ദൈവം കൃപ ചെയ്യണമേ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കരുണയോടെ കേൾക്കണമേ. ആമേൻ. ആകയാൽ യഹൂദന്മാർ നമുക്ക് തൻ്റെ മാംസം തിന്നേണ്ടതിന് തരുവാൻ ഇവന് എങ്ങനെ കഴിയും എന്ന് പറഞ്ഞു എന്ന് പ്രസ്താവിച്ചുകൊണ്ടാണ് നാം ഇന്നത്തെ കുറിവാക്യങ്ങൾ വായിച്ചു തുടങ്ങിയത്. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം നമുക്കറിയാവുന്നതുപോലെ ഒരു വിശുദ്ധ കുർബാന ടെക്സ്റ്റാണ്. അങ്ങനെയാണ് പൊതുവെ പറയപ്പെടുന്നത്. ഇറ്റ്സ് എ യൂക്കറിസ്റ്റിക് ടെക്സ്റ്റ് എന്ന് പറയും. കഴിഞ്ഞ ആഴ്ച നമ്മൾ പള്ളിയിലൊക്കെ വായിച്ച
6-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ 5 അപ്പം കൊണ്ട് 5000 പോഷിപ്പിച്ച് കർത്താവിൻ്റെ അത്ഭുതത്തെ നമ്മൾ ധ്യാനിക്കുകയുണ്ടായി. അതിനെ തുടർന്ന് കർത്താവിനെ അന്വേഷിച്ചു വന്ന യഹൂദന്മാരോട് കർത്താവ് നടത്തുന്ന ഡിസ്കോഴ്സാണ് 6-ാം അധ്യായത്തിൻ്റെ ഇതിവൃത്തം എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ അന്ന് സംഭവിച്ച ആ കാര്യത്തെക്കുറിച്ചുള്ള സുന്ദരമായിട്ടുള്ള കർത്താവിൻ്റെ ചിന്തകൾ നമുക്ക് ലഭിക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിലാണ്. അതുകൊണ്ട് ദിസ് ചാപ്റ്റർ ഈസ് വെരി യുണീക്ക്. ഈ ചാപ്റ്റർ വളരെ നിസ്തുലമാണ്, വളരെ പ്രത്യേകതയുള്ളതാണ്. ഈ അധ്യായം നമ്മളോട് നിരന്തരമായി സംസാരിക്കേണ്ടതുണ്ട് എന്നാണ് എൻ്റെ വിചാരം. 6-ാം അധ്യായത്തിലെ സംഭവ വികാസങ്ങളെല്ലാം തന്നെ ജീവൻ നൽകുന്ന യേശുവിൻ്റെ സാന്നിധ്യത്തെ സൂചിപ്പിക്കുന്നതാണ്. നമുക്കറിയാവുന്നതുപോലെ കർത്താവ് മലയിലേക്ക് കയറിപ്പോയി. കർത്താവിൻ്റെ ശിഷ്യന്മാർ അക്കരയ്ക്ക് പോവുകയാണ്. അങ്ങനെ പോകുന്ന സമയത്ത് വലിയ കാറ്റുണ്ടായി. അവരെ കൊണ്ട് താങ്ങാൻ കഴിയാത്ത തരത്തിലുള്ള പ്രതിസന്ധി ഉണ്ടായി. അപ്പോൾ കർത്താവ് അവരുടെ അടുത്ത് എഴുന്നള്ളി ആ കാറ്റിനെയും കടലിനെയും ഒക്കെ കർത്താവിൻ്റെ സാന്നിധ്യം ശാസിക്കുന്നു. അവരെത്തേണ്ട സ്ഥലത്ത് എത്തിക്കുന്നു. ഇതാണ് അതിനകത്ത് നമ്മൾ വായിക്കുന്ന മറ്റൊരു സംഭവം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ദ യൂക്കറിസ്റ്റിക് ഊസിയ, ദ യൂക്കറിസ്റ്റിക് എനർജി, ദ എനർജി ഓഫ് ദ ലിവിങ് ബ്രെഡ്, ഈ ജീവിക്കുന്ന വചനത്തിൻ്റെ എനർജി, അത് വിശ്വാസിയുടെ സാധാരണ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുന്ന നല്ല സംഭവവികാസങ്ങളും 6-ാം അധ്യായം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. യേശു പറഞ്ഞു, എൻ്റെ അടുത്ത് വന്ന് ഈ അപ്പം തിന്നുന്നവൻ എന്നേക്കും ജീവിക്കും, അവൻ മരിക്കുകയില്ല. അതവർക്ക് മനസ്സിലായില്ല. അവർക്ക് മനസ്സിലാകാഞ്ഞത് കൊണ്ട് തന്നെ കർത്താവ് അത് വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരുന്നു. ഹി വാസ് റിപ്പീറ്റിംഗ് ദ സെയിം തിങ് മെനി ടൈംസ് ആൻഡ് ദേ വർ ഫോളോയിങ് ഇറ്റ്. അവരത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, യേശു തമ്പുരാൻ എല്ലായ്പ്പോഴും നമ്മോട് ആവശ്യപ്പെടുന്നത് നമ്മുടെ മനസ്സ് തുറക്കാനായിട്ടാണ്. ടു ഓപ്പൺ അവർ മൈൻഡ്സ്, നമ്മുടെ ഹൃദയങ്ങളെ തുറക്കാനാണ്, നമ്മുടെ മനസ്സുകളെ തുറക്കാനാണ്. അങ്ങനെ മനസ്സുകളെ തുറക്കുമ്പോഴാണ് കർത്താവ് പറയുന്നതിൻ്റെ ആഴം നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കുന്നത്. സാധാരണഗതിയിൽ ഈ തിരുവചന വ്യാഖ്യാനത്തിൽ വൈദിക സെമിനാരി മുതൽ പഠിച്ചു വരുന്ന 2 ട്രെൻഡുകളുണ്ട് എന്ന് പറയും. ഒന്ന് ആൻഡ്യൂക്കിൻ സ്കൂൾ ഓഫ് ഇൻ്റർപ്രിട്ടേഷനാണ്. മറ്റൊന്ന് നമ്മളറിയുന്നത് പോലെ അലിഗോറിക്കൽ ടൈപ്പ് ഓഫ് ഇൻ്റർപ്രിട്ടേഷനാണ്. രണ്ടും വളരെ പ്രസക്തമാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ രഹസ്യങ്ങൾ കാണുവാൻ നമുക്കറിയാവുന്നതുപോലെ കർത്താവിൻ്റെ മനസ്സിലേക്ക് പ്രവേശിക്കേണ്ടതായിട്ടുണ്ട്. കർത്താവിൻ്റെ മനസ്സിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് നമ്മുടെ മനസ്സ് തുറന്നു കിട്ടുന്നത്. മനനം ചെയ്യുന്നവനാണ് മാനവൻ. മനനം ചെയ്യാതെ ഇരുന്നാൽ നമ്മൾ മൃഗതുല്യരായി പോകാം. നമ്മളെല്ലാവരും വി ഷെയർ ദി ആനിമൽ ലൈഫ്, വി ഷെയർ ദി ആനിമൽ ഇൻസ്റ്റിങ്സ് അൺലെസ് ആൻഡ് അൺടിൽ വി റിഫ്ലക്റ്റ്, അൺലെസ് ആൻഡ് അൺടിൽ വി മെഡിറ്റേറ്റ്. നമ്മുടെ ദൈവസ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട നമുക്ക് ദൈവത്തോടുള്ള നമ്മുടെ കണക്റ്റിവിറ്റി അത് സൂക്ഷിക്കുന്നതിലൂടെയാണ് ദൈവിക രഹസ്യങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കുവാൻ സാധിക്കുന്നത്. അപ്പോൾ ഇന്ന് തിരുമേനി നമ്മോട് പറഞ്ഞു, വേർ ആർ വി കണക്റ്റഡ് ടു? നമ്മൾ എങ്ങോട്ടാണ് കണക്റ്റഡ് ആയിരിക്കുന്നത്? എവിടെ കണക്റ്റഡ് ആയിരിക്കുന്നുവോ അവിടെ നിന്നുള്ള ഊർജമാണ് നമ്മിലൂടെ വ്യാപരിക്കുന്നത്. എൻ്റെയും നിങ്ങളുടെയും ചിന്തകളെ സ്വാധീനിക്കുവാൻ ദൈവത്തോടുള്ള ബന്ധം ഏറ്റവും അനിവാര്യമാണ്. പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പമെടുത്തു, വാഴ്ത്തി നുറുക്കി തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തിട്ട് പറഞ്ഞു, ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എൻ്റെ ശരീരം. അവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രവും എടുത്ത് സ്തോത്രം ചൊല്ലി തൻ്റെ മക്കൾക്ക് കൊടുത്തതിന് ശേഷം പറഞ്ഞു, ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എൻ്റെ രക്തം, ഇത് ഞാൻ വരുവോളം എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ. ആനന്ദൻ ബുദ്ധൻ്റെ ഏറ്റവും അടുത്ത ശിഷ്യനായിരുന്നു. ആനന്ദൻ ബുദ്ധനോട് അവസാന സമയത്ത് പറയാണ്, ഗുരു,
അങ്ങയുടെ ഓർമ്മ നിലനിർത്തുവാൻ വേണ്ടി എന്തെങ്കിലും ഒന്ന് ഞങ്ങൾക്ക് തരാമോ? ഒരു കുടുന്ന മുല്ലപ്പൂ എടുത്ത് കയ്യിൽ കൊടുത്തു എന്നാണ് പറയുക. ആ മുല്ലപ്പൂ 3 ദിവസം കഴിഞ്ഞപ്പോൾ വാടിപ്പോയി. എന്നാൽ കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പമെടുത്ത് വാഴ്ത്തി നുറുക്കി തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തിട്ട് പറഞ്ഞു, ഇത് ഞാൻ വരുവോളം എൻ്റെ ഓർമ്മയിൽ, എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവേൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എൻ്റെ ആഗ്രഹം ഇവിടെ ഇരിക്കുന്ന ആളുകളെല്ലാവരും വിശുദ്ധ കുർബാനയെക്കുറിച്ച് പറയുമ്പോൾ ഒരു പ്രൈസ് ദി ലോർഡ് പറയണമെന്നാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. കാരണം ഇത് നിരന്തരമായി കർത്താവിനെ അനുഭവിക്കുവാൻ, കർത്തൃ സാന്നിധ്യം അനുഭവിപ്പാൻ ദൈവം തമ്പുരാൻ നമുക്ക് തന്നിരിക്കുന്ന ദിവ്യ രഹസ്യമാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. ഈ രഹസ്യത്തിൻ്റെ സ്വഭാവം മാറുന്നില്ല, ഇതിൻ്റെ മർമ്മം മാറുന്നില്ല. ആ മർമ്മത്തിലേക്ക് തലമുറകൾ തീർച്ചയായിട്ടും ഇനിഷ്യേറ്റ് ചെയ്യപ്പെടുകയാണ്, അതിൽ വളരുകയാണ്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഫിലിപ്പ് യാൻസി എന്ന അമേരിക്കൻ എഴുത്തുകാരൻ വളരെ പ്രശസ്തനായ എഴുത്തുകാരനാണ്. അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്സൊക്കെ വളരെ ലൂസിഡ് റൈറ്റിങ്സാണ്, സുന്ദരമായ എഴുത്തുകളാണ്. അതിൻ്റെ ദൈവശാസ്ത്രത്തെക്കുറിച്ചൊക്കെ സംശയമുള്ള ആളുകളൊക്കെ ഉണ്ടാവാമായിരിക്കും. എങ്കിലും അദ്ദേഹം എഴുതിയിട്ടുള്ള സുന്ദരമായ ഒരു പുസ്തകത്തിൻ്റെ ആഖ്യാനത്തിൽ അദ്ദേഹം അമേരിക്കൻ പ്രസ്ബിറ്റീരിയൻ സഭക്കാരനാണ്. അദ്ദേഹം ഒരിക്കൽ ഒരു റഷ്യൻ ഓർത്തഡോക്സ് സഭ സന്ദർശിക്കുകയാണ്. എന്നിട്ട് അവിടുത്തെ ഡീക്കനോട് അദ്ദേഹം ആവശ്യപ്പെടുന്നു, എനിക്ക് വേണ്ടി ഒരു പ്രാർത്ഥന ചൊല്ലാമോ എന്നാണ് ചോദ്യം. അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നു, വളരെ അത്യാവശ്യമാണോ? ഞാൻ താങ്കൾക്ക് വേണ്ടി പ്രാർത്ഥന ചൊല്ലണം എന്നുള്ളത് തൻ്റെ മനഃപൂർവ്വമായ ആഗ്രഹമാണോ? അതെ, അങ്ങൊരു പ്രാർത്ഥന ചൊല്ലണം. എങ്കിൽ ഒരു 20 മിനിറ്റ് നിങ്ങളിവിടെ കാത്തു നിൽക്കണം. ആ 20 മിനിറ്റ് നേരം എടുത്തു. അദ്ദേഹം പോയി തൻ്റെ വെസ്റ്റ്മെൻസൊക്കെ ഇട്ട് തൻ്റെ റോബൊക്കെ ചെയ്ത് പ്രാർത്ഥിച്ച് മടങ്ങി വരാൻ അദ്ദേഹം വന്ന് പ്രാർത്ഥിച്ചു. ഒരു ചെറിയ പ്രാർത്ഥന. ആ പ്രാർത്ഥന ചൊല്ലുവാൻ വേണ്ടി അദ്ദേഹം തയ്യാറെടുത്ത നിമിഷങ്ങളാണ് 20 നിമിഷം. ആ 20 നിമിഷത്തെക്കുറിച്ച് ഫിലിപ്പ് യാൻസി പറഞ്ഞ ഒരു ചെറിയ ഫ്രേസാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ആ 20 മിനിറ്റിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു, ആ 20 മിനിറ്റ് നേരം ആ ഡീക്കൻ അദ്ദേഹം ഹി വാസ് ലിസണിങ് ടു ദ റിതംസ് ഓഫ് ഇറ്റേണിറ്റി. അദ്ദേഹം നിത്യതയുടെ താളക്രമങ്ങളെ ശ്രദ്ധിക്കുകയായിരുന്നു. എന്നിട്ട് യാൻസി പറയുകയാണ്, ഈ നിത്യതയുടെ താളക്രമങ്ങളെ ശ്രവിച്ച ഈ 20 മിനിറ്റ് ഉണ്ടല്ലോ, ഈ നിമിഷങ്ങളെ ആവർത്തിച്ച് സ്വീകരിച്ചതുകൊണ്ടാണ് റഷ്യൻ ഓർത്തഡോക്സ് സഭ 1075 വർഷക്കാലം ഇരുമ്പ് മറയ്ക്കുള്ളിലിരുന്നിട്ടും അത് ജീവിച്ചത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമുക്ക് ജീവനുണ്ടാകുവാനും സമൃദ്ധമായ ജീവനുണ്ടാകുവാനും ദൈവം തമ്പുരാൻ നമുക്ക് തന്നിട്ടുള്ള അനുഗ്രഹീതമായ നിത്യതയുടെ താളക്രമങ്ങളെ കേൾക്കുവാൻ തക്കവണ്ണം ദൈവം തമ്പുരാൻ നമുക്ക് തന്നിട്ടുള്ള ഒന്നാണ് അവൻ്റെ ശരീരരക്തങ്ങൾ. അവൻ്റെ ശരീരവും അവൻ്റെ രക്തവും നമുക്ക് ജീവൻ നൽകുന്നതാണ്. ആ ജീവൻ്റെ അംശക്കാരായി തീരുവാൻ ദൈവം നമുക്ക് ഇടയാക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. ഒരുപാട് വിഷ്വൽസിൻ്റെ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്നൊരു സ്നേഹിതൻ എന്നെ മസ്കറ്റിൽ നിന്ന് വിളിച്ചിരുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞു, പള്ളി ആരാധനയിൽ എൻ്റെ അച്ചോ ഇപ്പോൾ എല്ലാം ഞങ്ങൾക്ക് വിഷ്വൽസാണ്. ആ വിഷ്വൽസിൻ്റെ കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു, മധ്യസ്ഥ പ്രാർത്ഥന വരുമ്പോൾ മുട്ടുകുത്തി നിൽക്കുന്ന പടമൊക്കെ അവിടെ കാണിക്കും. അച്ഛൻ മധ്യസ്ഥ പ്രാർത്ഥന ചൊല്ലുമ്പോൾ, അച്ഛൻ ഹൂസോയോ പ്രാർത്ഥന ചൊല്ലുമ്പോഴും ഏതൊക്കെയോ ചില ഗ്രാഫിക്സൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കണ്ടുകൊണ്ടിരിക്കുക. അച്ഛൻ്റെ പാപ സ്വീകാര്യ പ്രാർത്ഥന ചൊല്ലുമ്പോഴും ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. കാരണം ശ്രദ്ധിക്കണമെങ്കിൽ ഇതൊക്കെ വേണമെന്നാണ് ഇപ്പോൾ പറയുന്നത്. അപ്പം വിഷ്വൽസിൻ്റെ, ഞാനൊരു ദിവസം പത്തനംതിട്ടയിലെ കൊയിലോൺ റേഡിയോ സർവീസ് എന്ന് പറയുന്ന കടയിൽ ബാറ്ററി വാങ്ങിക്കാനായിട്ട് പോയതാണ്. അവിടെ ചെന്ന് നിൽക്കുന്നുടനെ ഒരു ഹൈന്ദവ സഹോദരൻ അദ്ദേഹം അവിടെ വന്ന് അവിടുത്തെ ആ റേഡിയോ കച്ചവടക്കാരനോട് ചോദിക്കുക, എനിക്കൊരു ട്രാൻസിസ്റ്റർ തരാമോ, ക്യാൻ യു? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ട്രാൻസിസ്റ്റർ ഇവിടെ ഇപ്പം വിൽപ്പനയ്ക്കില്ല. കാരണം ഇത് ആർക്കും ഇപ്പം വേണ്ട. ആരാണ് ട്രാൻസിസ്റ്റർ കേൾക്കുക? ആരാണ് റേഡിയോ കേൾക്കുന്നത്? റേഡിയോ കേൾക്കുന്ന ഒരു സ്വഭാവമൊക്കെ നഷ്ടപ്പെട്ടു പോയി. പ്രിയപ്പെട്ടവരെ, ഞാൻ ആ മനുഷ്യനോട് ചോദിച്ചു, താങ്കൾ എന്തുകൊണ്ടാണ് ഇപ്പോഴും റേഡിയോ കേൾക്കുന്നത്? ടെലിവിഷനകത്ത് ഇതെല്ലാം വരുമ്പോൾ താങ്കൾ എന്തുകൊണ്ടാണ് റേഡിയോ കേൾക്കുന്നത്? അദ്ദേഹം എന്നോട് പറഞ്ഞു, കേൾവിയുടെ ഒരു സുഹൃതം അച്ചോ, അത് വലുതാണ്. കേൾവിയുടെ സുഹൃതം.
ആ കേൾവിയുടെ സുഹൃതത്തിൻ്റെ സന്തോഷം, കേൾവിയുടെ സുഹൃതം നഷ്ടപ്പെട്ടു പോയ ഒരു സമൂഹത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് കേൾവിയും കാഴ്ചയും നമുക്ക് നൽകുന്ന, ഇന്ദ്രിയങ്ങൾ നമുക്ക് നൽകുന്ന, ഇന്ദ്രിയങ്ങളിലൂടെ നമ്മിലേക്ക് സംവേദനം ചെയ്യപ്പെടുന്ന ആത്മീക രഹസ്യങ്ങളെക്കുറിച്ച് പറയുന്ന പഴമക്കാരൻ്റെ പ്രതിനിധിയായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൃശ്യ മാധ്യമങ്ങൾ അരങ്ങ് തകർക്കുന്ന ഒരു കാലഘട്ടത്തിൽ എല്ലാ കാഴ്ചകളും അതിവേഗം ഇങ്ങനെ സ്ക്രീനിൽ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കേൾവിയുടെ സുഹൃതം എവിടെ? പ്രധാനമന്ത്രി ശ്രീമതി ഇന്ദിരാഗാന്ധി ദിവംഗതയായ വിവരം ഞങ്ങൾ വ്യസന സമേതം റിപ്പോർട്ട് ചെയ്യുന്നു എന്ന് അവരെ വെടിവെച്ച് കൊന്ന ദിവസം ഓൾ ഇന്ത്യ റേഡിയോയിൽ നിന്നും ഡൽഹി ന്യൂസ് ഗോപൻ അന്ന് വായിച്ച വായന ഇന്നും എൻ്റെ ഓർമ്മയിലുണ്ട്. ഞാൻ പ്രസംഗിച്ച എത്രയോ പ്രസംഗങ്ങൾ ആളുകൾ മറന്നുപോയി. എന്നാൽ ഗോപൻ്റെ വായന എൻ്റെ ഹൃദയത്തിൽ വളരെ സജീവമായി നിൽക്കുന്നു. അതിൻ്റെ കാരണം കേൾവിയുടെ സുഹൃതം അനുഭവിച്ച ആളാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. എന്നെ 10ാം ക്ലാസ്സിൽ അധ്യാപകർ പഠിപ്പിച്ച പദ്യങ്ങൾ ഞാനത് കേട്ടത് പ്രിയപ്പെട്ട ജോസഫ് സാറ് പാടിക്കേട്ടതാണ്. അദ്ദേഹത്തിൻ്റെ വരികൾ ഞാൻ പഠിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ പാട്ടിൻ്റെ മനോഹാരിത, ആ പദ്യത്തിൻ്റെ മനോഹാരിത എൻ്റെ ഹൃദയത്തിൽ വന്നു. ചെന്നു ഞാൻ ആരാമത്തിൽ നവ്യമാം പ്രഭാതത്തിൻ പൊന്നു വാഗ്ദാനം കൊണ്ട് ദിങ്മുഖം തൊടുത്തപ്പോൾ ചിത്രമാം ചിലന്തിതൻ വലയൊന്നാകാശത്തിൽ എത്രയും വിശാലമായി ഉല്ലസിക്കുന്നു തോപ്പിൽ സ്വീയമാം സാമ്രാജ്യത്തിൻ ബലവും വൈപുല്യവും ആയത ഗർവം നോക്കി കേടുപാടെല്ലാം നീക്കി വലയിൽ കുടുങ്ങിത്തൻ ചിറകൊന്നനക്കുവാൻ വലയും പൂമ്പാറ്റതൻ ധിക്കാരം സഹിക്കാതെ എന്ന് തുടങ്ങുകയാണ് ഈ ശങ്കരക്കുറുപ്പിൻ്റെ മനോഹരമായ കവിത. അദ്ദേഹം ക്ലാസ്സിലങ്ങോട്ട് ചൊല്ലി. എന്തൊരു കേൾവിയാണ്! 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഹോം ദേ ബ്രോട്ട് ദെയർ വാരിയർ ഡെഡ്, ഷീ നോർ സ്വോൺ ഓർ ഷീ നോർ ക്രൈഡ്, ഓൾ ഹെർ മെയ്ഡൻസ് വാച്ചിങ് സെഡ് ഷീ മസ്റ്റ് വീപ്പ് ഓർ ഷീ വിൽ ഡൈ എന്ന കവിത ഞങ്ങളെ മത്തായി സാർ പഠിപ്പിച്ചത്. ഇന്നും അതെൻ്റെ കർണഭൂതങ്ങളിൽ ഇങ്ങനെ അടിച്ചുയരുകയാണ്. പ്രിയപ്പെട്ടവരെ, കേൾവിയുടെ സുഹൃതം, കാഴ്ചയുടെ സന്തോഷം, ഇതൊക്കെ അനുഭവിക്കുന്ന ഒരു സമൂഹം, അതാണ് വിശുദ്ധ കുർബാന. ദ റിസംസ് ഓഫ് ഇറ്റേണിറ്റി, നിത്യതയുടെ ഈ ഒരു ശബ്ദക്രമം, താളക്രമം കേൾക്കുവാൻ ദൈവം നമുക്ക് ഇടയാക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. ഇന്ന് ബഹുമാനപ്പെട്ട മോത്തിയച്ചൻ ഹോംവർക്ക് ചെയ്ത് എനിക്ക് തന്ന രണ്ടാമത്തെ ഒരു ടെക്സ്റ്റ് ഉണ്ട്. അത് പുറപ്പാട് പുസ്തകം 16-ാം അധ്യായമാണ്. പുറപ്പാട് പുസ്തകം 16-ാം അധ്യായത്തിൽ ഇസ്രായേൽ പാളയത്തിൽ മന്ന പൊഴിയുന്നതിനെ കുറിച്ചാണ്. ആ പാളയത്തിൽ മന്ന പൊഴിഞ്ഞത് ഒരു കാലഘട്ടത്തെ 40 വർഷത്തോളം ഈ സമൂഹത്തെ പട്ടിണി കൂടാതെ നയിക്കുന്നതിന് മുഖാന്തരമായി തീർന്ന ഒന്നാണ്. നമ്മൾ ഈ വായിച്ച വേദഭാഗത്ത് യേശുതമ്പുരാൻ മന്നയെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് മന്ന തിന്നുവെങ്കിലും അവർ മരിച്ചു. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന അപ്പം ഞാനാണ്, എന്നെ തിന്നുന്നവൻ എന്നേക്കും ജീവിക്കും. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, മന്നായും യേശു, ഞാനൊന്ന് ഇന്നത്തെ ധ്യാനം ഒന്ന് ഫോക്കസ് ചെയ്യാൻ വേണ്ടി ഒന്ന് മുന്നോട്ട് പോവുകയാണ്. മന്നായും യേശു. മന്നായ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടായിരുന്നോ? മന്നായുടെ പ്രശ്നം കൊണ്ടാണോ അവർ മരിച്ചത്? അല്ല എന്നാണ് എൻ്റെ വിശ്വാസം. അത് സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന അപ്പം തന്നെ ആയിരുന്നു. സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന അപ്പത്തെ സ്വീകരിച്ച ഇസ്രായേൽ സമൂഹത്തിൻ്റെ അപജയങ്ങളെക്കുറിച്ച് നമ്മൾ പൗലോസ് അപ്പോസ്തലൻ 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൽ വായിക്കുന്നു. അദ്ദേഹം എഴുതിയത് നമ്മുടെ ചിന്തകളെ അങ്ങോട്ടൊന്ന് നയിക്കണം എന്ന് ഞാൻ താല്പര്യപ്പെടുന്നു. പ്രിയപ്പെട്ടവരെ, ഇസ്രായേൽ മക്കൾ എന്തുകൊണ്ടാണ് ഈ മന്ന അവരുടെ ജീവൻ്റെ, നിത്യജീവൻ്റെ ഒരാധാരമായി, നിത്യജീവൻ്റെ ഒരു സോഴ്സായി, നിത്യജീവൻ്റെ ഒരനുഭവമായി എന്തുകൊണ്ടാണ് അവർക്ക് സ്വീകരിക്കാൻ പറ്റാഞ്ഞത് എന്ന് 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൽ അദ്ദേഹം വിശദീകരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഇതൊരു പഠനധ്യാനമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് നിങ്ങളിവിടെ നിന്ന് ഇവിടം വിട്ടുപോകുമ്പോൾ ഈ കൊഴുക്കട്ട നമ്മുടെ വായിൽ തന്നെ ഇരിക്കണം എന്നെനിക്കൊരു താല്പര്യമുണ്ട്. എന്താ കൊഴുക്കട്ട? ഞാനത് ഈ അടുത്ത സമയത്ത് കേട്ട ഒരു കഥയാണ്. ഒരു മനുഷ്യനൊരു വീട്ടിൽ പോയി, അയാൾക്ക് മധുരമുള്ള കൊഴുക്കട്ട ഉണ്ടാക്കി കൊടുത്തു.
ആദ്യമായിട്ടാണ് ആ പുള്ളിക്കാരൻ ഈ കൊഴുക്കട്ട തിന്നുന്നത്. അത് സുന്ദരമായ രുചിയുള്ള കൊഴുക്കട്ടയായിരുന്നത് കൊണ്ട് അയാൾക്ക് തൻ്റെ ഭാര്യയെ അത് ഉണ്ടാക്കി കൊടുക്കണമെന്നുള്ള താല്പര്യമുണ്ടായി. ഇതിൻ്റെ പേരെന്താ എന്ന് ചോദിച്ചു. ഇത് കൊഴുക്കട്ടയാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് ആ മനുഷ്യൻ കൊഴുക്കട്ട 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 എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങോട്ട് നടന്നു പോകുന്ന സമയത്ത് കൊഴുക്കട്ടയെക്കുറിച്ചാണ് പറയുക. എന്നാൽ അങ്ങോട്ട് പോയപ്പോൾ എവിടെയോ അദ്ദേഹം ഒന്ന് തെന്നി വീണു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് കൊഴുക്കട്ട അങ്ങ് നഷ്ടപ്പെട്ടു പോയി എന്ന്. ഒടുവിൽ വീട്ടിൽ ചെന്ന് ഭാര്യയോട് എനിക്ക് അതുണ്ടാക്കി തരണമെന്ന് പറഞ്ഞു. അപ്പോൾ ഭാര്യ ചോദിക്കുന്നു, ഏതാണ് അത് പറയാൻ അറിഞ്ഞുകൂടാ, ഏതാണ്? അദ്ദേഹത്തിന് ദേഷ്യം വന്നു. നമ്മുടെ നാട്ടിലെ ഭർത്താക്കന്മാർക്ക് ദേഷ്യം വന്നാൽ അവർ സാധാരണയായി പ്രയോഗിക്കുന്ന ഒരു പ്രയോഗം അദ്ദേഹം ഉടനെ ചെയ്തു. അത് അവരുടെ കൈക്കിട്ടൊരു ഇടി കൊടുത്തതാണ്. അപ്പോൾ കൈ മുഴച്ചു വന്നു. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, എടോ മനുഷ്യ, എൻ്റെ കൈ കൊഴുക്കട്ട പോലെ അങ്ങ് മുഴച്ചല്ലോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അത് തന്നെയാണ് ഇന്ന്, അതാണ് കൊഴുക്കട്ട. ഞാൻ പറയുന്നത്, നമ്മുടെ നാവിൽ, നമ്മുടെ ഉള്ളത്തിൽ ഈ ഒരു മധുരം ഇരിക്കട്ടെ. ഇപ്പം ഇനി കൊഴുക്കട്ട മറന്നേക്കൂ. അത് ബാക്കി ഇനി ഞാൻ പറയുമ്പോഴെല്ലാം കൊഴുക്കട്ടയും കൊണ്ടിരിക്കരുത്. ഇനിയും കൊഴുക്കട്ട മറക്കണം. പിന്നെ ഞാൻ പറയാൻ ശ്രമിക്കുന്ന കൊഴുക്കട്ട എന്താണ് എന്ന് ഓർക്കണം. അതാ പ്രിയപ്പെട്ടവരെ, യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിലെ 52 മുതലുള്ള വാക്യങ്ങളാണ് ആദ്യത്തെ കൊഴുക്കട്ട. രണ്ടാമത്തെ കൊഴുക്കട്ട അതിനോട് ചേർത്ത് വെച്ച് ഞാൻ 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിലെ ഈ ഒരു വിവരണമാണ്. ആ ഒരു വിവരണത്തിൽ അപ്പസ്തോലൻ തൻ്റെ ജനത്തെ ഓർമ്മിപ്പിക്കുകയാണ്, ഇത് നമുക്കൊരു ദൃഷ്ടാന്തമായി ഭവിച്ചിരിക്കുന്നു. അന്ത്യകാലത്ത് ജീവിക്കുന്ന നമുക്കൊരു ദൃഷ്ടാന്തമാണിത്. നാം നശിച്ചു പോകാതിരിക്കേണ്ടതിന്, നാം പട്ടുപോകാതിരിക്കേണ്ടതിന് ഇത് നമുക്കൊരു ദൃഷ്ടാന്തമാണ്. ഈ മന്ന സ്വീകരിച്ചവർക്ക് എന്താണ് സംഭവിച്ചത് എന്ന് നമ്മളിവിടെ വായിക്കുന്നുണ്ട്. പല കാര്യങ്ങൾ അവിടെ പറയുന്നു. അവരിൽ പലരും ദുർമോഹികളായതുപോലെ നിങ്ങൾ ദുർമോഹികളാകരുത്. അപ്പോൾ വൈ ദേ കുഡ് നോട്ട് എൻജോയ് ദ അബൻഡന്റ് ലൈഫ്, വൈ ദേ കുഡ് നോട്ട് എൻജോയ് ദി എവർലാസ്റ്റിംഗ് ലൈഫ്? എന്താണ് അതിൻ്റെ കാരണം? അവർ ദുർമോഹികളായി തീർന്നു എന്നുള്ളത് കൊണ്ടാണ്. 2 നമ്മുടെ വായിക്കുന്നുണ്ട്, അവരിൽ പലരും വിഗ്രഹാരാധികളായി തീർന്നു. നിങ്ങൾ വിഗ്രഹാരാധികളാകരുത്. പരസംഗം ചെയ്ത് അവരിൽ ആയിരക്കണക്കിന് ആളുകൾ ഒരുപോലെ പട്ടുപോയി എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. നിങ്ങൾ ജഡമോഹമുള്ളവരാകരുത് എന്നവിടെ വായിക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ വായിക്കുന്നുണ്ട്, അവിടെ പിറുപിറുപ്പിൻ്റെ അനുഭവം ഉണ്ടായിരുന്നുവെന്ന്. പിറുപിറുക്കരുത് എന്നാണ് പറയുക. അപ്പോൾ ഈ ജനത്തെ വല്ലാതെ സ്വാധീനിച്ച ചില പ്രശ്നങ്ങളാണ് ദുർമോഹം, വിഗ്രഹാരാധന, ജഡമോഹം, പിറുപിറുപ്പ് എന്ന് തുടങ്ങിയ ഒരു പറ്റം കാര്യങ്ങളെ ആ വേദഭാഗത്ത് നമ്മൾ വായിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് വൈകുന്നേരം ഈ ധ്യാനത്തിലിരിക്കുന്ന പ്രിയപ്പെട്ടവർ ദൈവത്തോട് പ്രാർത്ഥിക്കണം, കർത്താവേ, ദുർമോഹം, ദുശ്ചിന്ത, ദുർമോഹം ശമനം ചെയ്വതെനിന്നയ്യോ വിളിക്കുന്നു നിന്നാമത്തെ. ഹല്ലേലൂയ. എപ്പോഴെങ്കിലും ഈ അച്ഛൻ വിശുദ്ധ കുർബാന ആരംഭിക്കുന്ന ഉടനെ മതബഹായുടെ തിരശീലയ്ക്ക് പുറകിൽ നിന്നുകൊണ്ട് ഈ ശ്ലോകം ചൊല്ലിയപ്പോൾ നമ്മൾ ഹല്ലേലൂയ പറഞ്ഞിട്ടുണ്ടോ? ഇതാണൊരു ചോദ്യം. എപ്പോൾ നമുക്കങ്ങനെ ഒരു സ്തോത്രം പറയാൻ പറ്റിയിട്ടുണ്ട്? അവിടെ വായിക്കുകയാണ്, എൻ്റെ ദുശ്ചിന്തയും ദുർമോഹവും ശമനം ചെയ്വതിനിന്നയ്യോ വിളിക്കുന്നു നിന്നാമത്തെ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ യോഗം അനുഗ്രഹമാകുന്നതിന് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം, കർത്താവേ, എനിക്ക് ദുർമോഹത്തിൽ നിന്നും, വിഗ്രഹാരാധനയിൽ നിന്നും, ജഡമോഹത്തിൽ നിന്നും, പിറുപിറുപ്പിൽ നിന്നുമുള്ള ഒരു വിടുതൽ നൽകണമേ. ഹല്ലേലൂയ. യേശു തമ്പുരാൻ യഹൂദന്മാരോട് പറയുകയാണ്, മരുഭൂമിയിൽ നിങ്ങൾക്ക് മന്ന തന്നത് മോശയല്ല, എൻ്റെ പിതാവാണ്. ഹല്ലേലൂയ. മരുഭൂമിയിൽ മന്ന പൊഴിച്ചു തന്നത് മോശയല്ല, എൻ്റെ പിതാവാണ്. സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വരുന്ന ജീവനുള്ള അപ്പം ഞാൻ തന്നെയാണ്. ഞാനും പിതാവും ഒന്നാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ധ്യാനിച്ചോ? ഈ മനുഷ്യർ എന്താ വിചാരിച്ചതെന്നറിയാമോ? അവർ അപ്പം കണ്ടു, അവർ മോശയെ കണ്ടു. മോശയെ നിയോഗിച്ച ദൈവത്തെ കണ്ടില്ല. അവർ മോശയെ കണ്ടു, മോശ കൊടുത്ത അപ്പം ഭക്ഷിച്ചു. പക്ഷേ അപ്പത്തിനകത്തുള്ള അടയാളത്തെ കണ്ടില്ല. ഇതാണ് ധ്യാനം. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ വിശുദ്ധ കുർബാന ധ്യാനത്തിൽ
ഞാൻ ഓർമ്മിപ്പിക്കട്ടെ, അപ്പത്തിൽ കുടുങ്ങിപ്പോകുന്ന ആത്മീയതയല്ല, അപ്പത്തിനകത്ത് പ്രകടമാകുന്ന അടയാളമാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. അഭിമന്യ തിരുമേനി പറഞ്ഞു, ബ്രെഡ്, ഐ ആം ദ ബ്രെഡ് ഓഫ് ലൈഫ്. ഈ അപ്പത്തിനകത്ത് അന്തർലീനമായിരിക്കുന്ന ദൈവികമായ ഊർജമാണ്. വെള്ളയപ്പം അല്ല എന്ന് തിരുമേനി പ്രത്യേകം പറഞ്ഞായിരുന്നു. പാലപ്പമല്ല, ദോശയല്ല, ഇത് കർത്താവിൻ്റെ ശരീരമാണ്. അതുകൊണ്ട് തന്നെ കർത്തൃ ശരീരത്തിൻ്റെ പങ്കാളിത്തം കാണണമെങ്കിൽ അപ്പത്തിൻ്റെ അകത്ത്, അപ്പത്തിൻ്റെ അപ്പുറത്ത് അടയാളങ്ങളെ കാണുവാനുള്ള കൃപ വേണം. യോഹന്നാൻ്റെ സുവിശേഷം കർത്താവിൻ്റെ അത്ഭുതങ്ങളെയെല്ലാം അടയാളങ്ങളായി രേഖപ്പെടുത്തുകയാണ്. ദോസ് ആർ ദ സൈൻസ് ഓഫ് ദ കിങ്ഡം ഓഫ് ഗോഡ്. ദൈവരാജ്യത്തിൻ്റെ അടയാളമാണ് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് നമുക്ക് അപ്പത്തിനകത്ത് കുടുങ്ങിപ്പോകരുത്. യേശു കർത്താവ് മരുഭൂമിയിൽ അനുഭവിച്ച പ്രലോഭനങ്ങളിൽ ആദ്യത്തേത് അപ്പത്തിൻ്റെ പ്രലോഭനമായിരുന്നു എന്ന് ആ 3 പരീക്ഷണങ്ങളെക്കുറിച്ച്, പ്രലോഭനങ്ങളെക്കുറിച്ച് വായിക്കുമ്പോൾ നമുക്കറിയാം. യേശുവിൻ്റെ അടുത്ത് വന്ന് അവർ സാത്താൻ പറയുകയാണ്, ഈ കല്ലിനോട് അപ്പമായി തീരുവാൻ കൽപ്പിക്കുക. അപ്പോൾ യേശു തമ്പുരാൻ പറഞ്ഞു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനങ്ങൾ കൊണ്ടുകൂടെയാണ്. പ്രിയപ്പെട്ടവരെ, ആശയത്തേക്കാൾ കൂടുതൽ ആമാശയത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു തലമുറ, വളരെ കൂടുതൽ മെറ്റീരിയലിസ്റ്റിക് ആകാതിരിക്കാൻ പറ്റില്ല. ക്രിസ്ത്യാനിറ്റി ഈസ് ദ മോസ്റ്റ് മെറ്റീരിയലിസ്റ്റിക് ഓഫ് ഓൾ റിലിജിയൻസ് എന്ന് പറയും. ക്രിസ്ത്യാനിത്വമാണ് എല്ലാ മതങ്ങളെക്കാളും ഈ ഭൗതിക യാഥാർത്ഥ്യങ്ങളെ വിശ്വസിക്കുന്നതും ഭൗതിക യാഥാർത്ഥ്യങ്ങളെ കാര്യമായിട്ടെടുക്കുന്നതുമായ മതം എന്നുള്ളതിന് എനിക്ക് സംശയമില്ല. കാരണം കർത്താവ് പറഞ്ഞു, അന്ത്യന്യായവിധിയിൽ ഈ ഭൗതിക യാഥാർത്ഥ്യങ്ങളെ അഡ്രസ്സ് ചെയ്തവർ മാത്രമേ സ്വർഗരാജ്യത്തിൻ്റെ അവകാശികളായി തീരുകയുള്ളൂ എന്ന്. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ പറഞ്ഞ വാചകം മറക്കരുത്. ക്രിസ്ത്യാനിറ്റി ഈസ് ദ മോസ്റ്റ് മെറ്റീരിയലിസ്റ്റിക് ഓഫ് ഓൾ റിലിജിയൻസ് എന്ന് പറയുന്നതിനകത്ത് തെറ്റില്ല. എന്നാൽ അതേസമയത്ത് ഞാൻ പറയട്ടെ, ഈ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളെ, മെറ്റീരിയൽ തിങ്സിനെ ആത്മീയ കാഴ്ചപ്പാടിൽ കാണുവാനുള്ള ഒരു വലിയ ട്രാൻസ്ഫർമേഷൻ, ഒരു വലിയ രൂപാന്തരത്തിൻ്റെ അനുഭവം ദൈവം തമ്പുരാൻ നമുക്ക് നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. യേശു ഈ അപ്പം തിന്ന് കർത്താവിൻ്റെ പിന്നാലെ വന്ന ജനത്തോട് പറയുകയാണ് 6-ാം അധ്യായത്തിൽ, നിങ്ങൾ എന്നെ തിരഞ്ഞു വന്നത് അടയാളം കണ്ടതുകൊണ്ടല്ല, പിന്നെ അപ്പം തിന്ന് തൃപ്തരായതുകൊണ്ടാണ്. ഈ 6-ാം അധ്യായം ഇന്ന് നമുക്ക് വായിക്കാനും ധ്യാനിക്കാനും തന്നിട്ടുള്ള അധ്യായമാണ്. 6-ാം അധ്യായത്തിൻ്റെ 52 മുതൽ 58 വരെയുള്ള വാക്യങ്ങൾ മനസ്സിലാകണമെങ്കിൽ 6-ാം അധ്യായം മുഴുവൻ നമ്മൾ വായിക്കണം. 6-ാം അധ്യായത്തിലെ കർത്താവിൻ്റെ ഡിസ്കോഴ്സ് അതൊന്ന് ശരിയായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കണം. കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, തൻ്റെ അടുത്ത് വന്ന യഹൂദന്മാരോട് പറയുകയാണ്, നിങ്ങൾ എന്നെ തിരഞ്ഞു വന്നത് നിങ്ങൾ അടയാളം കണ്ടതുകൊണ്ടല്ല, പിന്നെ നിങ്ങൾ അപ്പം തിന്ന് തൃപ്തരായതുകൊണ്ടാണ്. ആൻഡ് ദേ വാണ്ടഡ് ടു മേക്ക് ഹിം ദ കിങ്. അവർ യേശുവിനെ രാജാവാക്കുവാനായിട്ട് ശ്രമിക്കുകയാണ്, അല്ലേ? അത് നമ്മൾ വായിക്കുന്നുണ്ട്. അവർ യേശുവിനെ രാജാവാക്കുവാൻ ശ്രമിച്ചു. എന്തുകൊണ്ടാണ് അവർ യേശുവിനെ രാജാവാക്കുവാൻ ശ്രമിച്ചത്? രാജാവാക്കണമെന്നുള്ള അവരുടെ താല്പര്യത്തിൻ്റെ പിമ്പിലുള്ള പ്രധാനപ്പെട്ട ഉദ്ദേശം എന്താണ്? പ്രധാനപ്പെട്ട ഉദ്ദേശം, ഇവൻ രാജാവായാൽ 5 അപ്പം കൊണ്ട് 5000 പോഷിപ്പിക്കാൻ തക്കവണ്ണം അപ്പം വർദ്ധിപ്പിക്കുവാൻ കഴിവുള്ളവനാണ്, കല്ലിനോട് അപ്പമാകാൻ കൽപ്പിക്കാൻ കഴിവുള്ളവനാണ്. നമ്മുടെ വിശപ്പിൻ്റെ പ്രശ്നം അതോടുകൂടെ പരിഹരിക്കപ്പെടുമെന്നുള്ള, അല്ലേ? വിശപ്പിൻ്റെ പ്രശ്നം പരിഹരിക്കപ്പെട്ടാൽ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടുമായിരുന്നു എങ്കിൽ അധികം വരുന്ന ഗോതമ്പിനെ കടലിൽ താഴ്ത്തിക്കളയുന്ന രാജ്യങ്ങളിലൊന്നും ഒരു പ്രശ്നവും ഉണ്ടാവില്ലായിരുന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, ചരിത്രത്തിൻ്റെ ഇടനാഴിയിൽ കർത്താവ് പറഞ്ഞു, ജീവിതത്തിൻ്റെ സമസ്യകൾ പരിഹരിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ അപ്പം കൊണ്ട് മാത്രം കഴിയുകയില്ല, പിന്നെ ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ടുകൂടെയാണ്. ഹല്ലേലൂയ. നമ്മുടെ ശുശ്രൂഷ ത്രോണോസ്, നമ്മുടെ വിശുദ്ധമായ ത്രോണോസ്, ഈ ത്രോണോസിന് 2 മേശകളാണ് ഒരേ സമയത്തുള്ളത്. ഒന്ന് അപ്പത്തിൻ്റെ മേശയാണ്, ദ ടേബിൾ ഓഫ് ദ ബ്രെഡ്. അതേസമയത്ത് തന്നെ ത്രോണോസിൻ്റെ ഇടതുവശത്തായി പട്ടക്കാരൻ വിശുദ്ധ വചനം വെച്ചിരിക്കുന്നു. അത് ടേബിൾ ഓഫ് ദ വേർഡാണ്, വചനത്തിൻ്റെ മേശയാണ്. വചനത്തിൻ്റെ മേശയില്ലാതെ അപ്പത്തിൻ്റെ മേശ അനുഭവപൂർണമാകുന്നില്ല എന്ന
മാർത്തോമാ സഭയുടെ ശക്തീകരണം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഞാനിത് വിശ്വസിക്കുന്നു. വചനമാണ് അപ്പത്തെ സ്വാംശീകരിക്കുന്നത്. വചനമാണ് അപ്പത്തിന് ജീവൻ തരുന്നത്. വചനം, ജീവനുള്ള വചനം, അത് ദൈവം തന്നെയാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. എന്തിനാണ് കല്യാണം കഴിപ്പിക്കുമ്പോൾ പിള്ളേരെ കൈ ചേർത്ത് പിടിപ്പിക്കുന്നത്? ഒരു ചോദ്യമാണ്. കല്യാണം കഴിപ്പിക്കാനുള്ള ഒരു വധൂവരന്മാരെ വിളിച്ചിരുത്തി അവർക്കൊരു കൗൺസിലിങ്ങും സാരോപദേശവും ഗുണദോഷവും ഒക്കെ കൊടുത്ത് അവരെ അങ്ങ് നന്നാക്കാമെന്ന് വിചാരിച്ച് കല്യാണം കഴിക്കുന്നതിന് മുമ്പ് പിള്ളേരെ രണ്ടിനെയും കൂടെ വിളിച്ചിരുത്തി അവർക്ക് ഉപദേശം കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്തിനാ മക്കളെ ഇതിനിടയ്ക്ക് നിങ്ങളുടെ കൈ തമ്മിൽ ചേർത്ത് പിടിപ്പിക്കുന്നത് എന്ന് ചോദിച്ചോടനെ ഈ പെണ്ണിൻ്റെ മുമ്പിൽ ആളാകാൻ ആദ്യം കിട്ടിയ സന്ദർഭമായതുകൊണ്ട് ഈ ചെറുക്കൻ പറഞ്ഞു, അച്ചോ, എല്ലാ മല്ലന്മാരും മല്ലയുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് റെഫറിയുടെ സാന്നിധ്യത്തിൽ കൈ കൊടുക്കാറില്ലേ? അതുകൊണ്ട് ഇവിടെ കൈ കൊടുത്ത് തുടങ്ങാമെന്ന് വിചാരിച്ചതാണെന്ന്. ആണോ? അങ്ങനെയൊക്കെ വിചാരിക്കുന്നവർ ഇതിനകത്തുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുവിടുക. അങ്ങനെ അല്ലാതിരിക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. അങ്ങനെ കരം ചേർത്ത് പിടിപ്പിച്ചതിന് ശേഷം വചനത്താൽ മുദ്രയിടുകയാണ്. വചനത്താൽ മുദ്രയിട്ടപ്പെട്ട് ഒരു ഐക്യതയിലേക്ക്, ഒരു യൂണിയനിലേക്ക് പ്രവേശിപ്പിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് വചനമാണ് അവരെ തമ്മിൽ യോജിപ്പിക്കുന്നത്. എത്രയോ സുന്ദരമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് നമ്മുടെ പിതാക്കന്മാർ നമുക്ക് തന്നിരിക്കുന്നത് എന്നോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പോൾ ഈ വചനത്തിൻ്റെ മേശയും അപ്പത്തിൻ്റെ മേശയുമുണ്ട്. വചനത്തിൻ്റെ മേശയും അപ്പത്തിൻ്റെ മേശയും കൂടെ ഒരുമിച്ച് ചേരുന്ന വിശുദ്ധ കുർബാനയുടെ ത്രോണോസ് നമുക്കെത്രയോ മനോഹരമാണ്. പ്രിയപ്പെട്ടവരെ, അപ്പത്തിനകത്ത് കുടുങ്ങിക്കിടക്കുകയല്ല, അടയാളം കാണുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. നമ്മൾ വായിക്കുന്നുണ്ട്, ദുർമോഹത്തിൻ്റെയും വിഗ്രഹാരാധനയുടെയും പിറുപിറുപ്പിൻ്റെയും ഒക്കെ ഇരകളായി മന്ന തിന്നവർ തീർന്നു പോയി എന്നുള്ളതിനെക്കുറിച്ച്. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? ഈ പിറുപിറുപ്പൊക്കെ സംഭവിച്ചത് കൊണ്ടാണ് അവരെ സർപ്പം ഗ്രഹിച്ചു കളഞ്ഞു എന്നാണ്. സർപ്പം ഗ്രഹിച്ചു. അവർ സർപ്പത്തിന് ഇരയായി, അവർ മരണത്തിന് ഇരയായി. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, എപ്പോഴാണ് ഈ പാമ്പ് പിശാചായത് എന്ന് നമുക്കറിഞ്ഞുകൂടാ. അത് ഉൽപ്പത്തി പുസ്തകത്തിൽ അങ്ങനെയുണ്ട്. അത് ഏത് കാരണം കൊണ്ടാണ് പാവം പാമ്പിനെ പിശാചാക്കിയത് എന്ന് നമുക്കറിഞ്ഞുകൂടാ. KM ജോർജ് അച്ഛൻ പണ്ടൊരു ക്ലർജി കോൺഫറൻസിന് അതിമനോഹരമായി ഒരു ക്ലാസ് എടുത്തിരുന്നു. ഈ സർപ്പത്തിൻ്റെ സൗന്ദര്യത്തെക്കുറിച്ചൊക്കെയാണ്. അദ്ദേഹം സർപ്പത്തിൻ്റെ സൗന്ദര്യം, ലാവണ്യ ശാസ്ത്ര, അച്ഛൻ്റെ ഏറ്റവും പുതിയ പുസ്തകം ലാവണ്യബോധത്തെക്കുറിച്ചാണ്. അപ്പോൾ അതിനകത്ത് ഇത് പറയുന്നില്ല. പക്ഷേ പണ്ടൊരു ക്ലർജി കോൺഫറൻസിൽ അദ്ദേഹം ഈ സർപ്പത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. സർപ്പം എപ്പോഴാണ് പാമ്പായത്, എപ്പോഴാണത് സാത്താനായതെന്ന് നമുക്കറിഞ്ഞുകൂടാ. എന്നാൽ ഒരു കാര്യം ഞാൻ വ്യക്തമാക്കുവാൻ ശ്രമിക്കുകയാണ്. വേദപുസ്തകം വായിക്കുന്ന ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം സർപ്പം എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് പിശാചിൻ്റെ പ്രതീകമായിട്ടാണ്. പിശാചിൻ്റെ കടിയേറ്റു മരിക്കുകയാണ്. പിറുപിറുപ്പിനാൽ, ദൈവത്തിന് വിരോധമായി പിറുപിറുത്തതിനാൽ, ദൈവിക ക്രമത്തിന് വിരോധമായി പിറുപിറുത്തതിനാൽ പാമ്പിൻ്റെ കടിയേറ്റ്, സർപ്പത്തിൻ്റെ കടിയേറ്റ് അവർ മരിച്ചുപോയി. യോഹന്നാൻ സ്നാപകൻ പ്രസംഗിച്ച ഉടനെ ആരാധ്യനായ ഹെരോദാവേ എന്നൊന്നും പറഞ്ഞില്ല. പിന്നെ അദ്ദേഹം പറഞ്ഞത് സർപ്പസന്തതികളെ എന്നാണ്. അദ്ദേഹം പറഞ്ഞത് കുറുക്കാന്നാണ്. ഈ ഹെരോദാവിനെ അങ്ങനെയാണ് അഭിസംബോധന ചെയ്തത്. കുറുക്കൻ എന്നാണ് അഭിസംബോധന ചെയ്തത്. ഇപ്പോഴെങ്ങാനും പ്രസംഗകർ അങ്ങനെ അഭിസംബോധന ചെയ്താൽ ആകെപ്പാടെ പ്രശ്നമാണ്. അതുകൊണ്ട് വീണ്ടും വീണ്ടും പ്രസംഗിക്കേണ്ട ആവശ്യമുള്ളത് കൊണ്ട്, യോഹന്നാൻ സ്നാപകനെ പോലെ തല ഛേദിക്കപ്പെടുവാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞങ്ങളിങ്ങനെ പ്രസംഗകരൊക്കെ നന്നായിട്ടൊക്കെ ആളുകളെ സുഖിപ്പിച്ച് എല്ലാവരെയും തൃപ്തിപ്പെടുത്തുന്ന അഭിസംബോധനകളൊക്കെ നടത്താറുണ്ട്. അത് വാസ്തവമാണ്. പക്ഷേ യോഹന്നാൻ സ്നാപകൻ പറഞ്ഞു, സർപ്പസന്തതികളെ, വരുവാനുള്ള കോപത്തെ വിട്ട് ഓടിപ്പോകുവാൻ നിങ്ങളെ ഉപദേശിച്ചതാര്? സർപ്പസന്തതിയാണ്. ആരാണ് സർപ്പത്തിൻ്റെ സന്തതി? ദുരാഗ്രഹം, ദുർമോഹം, പിറുപിറുപ്പ്, ദൈവിക ക്രമത്തിനെതിരെയുള്ള ഒരു മത്സരം, ഇതൊക്കെ നടത്തുന്ന ആളുകൾ പലപ്പോഴും സംഭവിച്ചു പോകാവുന്ന ഒരു പ്രശ്നമാണ് ഈ പാമ്പിൻ്റെ കടിയേറ്റ് മരിക്കുക എന്നുള്ളത്. നമ്മുടെ നാട്ടിൻ പുറത്തൂടെ പോകുമ്പം മൂർഖം കൊത്തുന്നതിനെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. പിന്നെ പാമ്പിൻ്റെ കടിയേറ്റ് പിശാചിൻ്റെ ബന്ധനത്തിലായി പോകുന്ന ഒരവസ്ഥാവിശേഷത്തെക്കുറിച്ച്
വേദപുസ്തകം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അതിമനോഹരമായ ഒരു ചിത്രം ഒരു ചിത്രകാരൻ വരച്ചിട്ടുണ്ട്. ആ ചിത്രം സീൻ മരുഭൂമിയിൽ പാമ്പുകടിയേറ്റ് മനുഷ്യർ മരിക്കുന്നതിനെക്കുറിച്ചാണ്. അങ്ങനെ പാമ്പുകടിയേറ്റ ആളുകൾ പല സ്ഥലങ്ങളിൽ ഇങ്ങനെ മരിച്ചു വീഴുകയാണ്. അങ്ങനെ മരിച്ചു വീഴുമ്പോഴാണ് ഒരു പരിഹാരം. എന്താണ്? താമ്രം കൊണ്ടൊരു സർപ്പത്തെ ഉണ്ടാക്കുക, കൊടിമരത്തിൻ്റെ മേൽ തൂക്കുക. കടിയേറ്റവൻ ആരെങ്കിലും ഈ താമ്രസർപ്പത്തെ നോക്കിയാൽ അവൻ രക്ഷപ്പെടും. ദൂരങ്ങളിൽ കിടന്നുകൊണ്ട് പല ആളുകളും ഈ താമ്രസർപ്പത്തിലേക്ക് നോക്കി. അവരൊക്കെ ജീവൻ പ്രാപിക്കുകയാണ്. പക്ഷെ ഒരു മനുഷ്യൻ ഇങ്ങനെ ഇഴഞ്ഞിഴഞ്ഞിഴഞ്ഞ് കൊടിമരത്തിൻ്റെ ചുവട്ടിൽ വരെ വന്നു. കൊടിമരത്തിൻ്റെ ചുവട്ടിൽ വന്നിട്ട് അവിടെ പട്ടു, അവിടെ മരിച്ചു വീണു. ചുവട്ടിൽ വരെ വന്നിട്ടും ഉയരങ്ങളിലേക്ക് നോക്കുവാൻ കഴിയാതെ, താമ്രസർപ്പത്തെ നോക്കുവാൻ കഴിയാതെ പട്ടു വീഴുന്ന മനുഷ്യർ. പ്രിയപ്പെട്ടവരെ, പ്രായത്തിനനുസരണമായി എത്ര വിശുദ്ധ കുർബാന കൈക്കൊണ്ടു, എത്ര പ്രാവശ്യം ദൈവവചനം കേട്ടു, എത്രയോ പ്രാവശ്യം നമ്മൾ അഭിമന്യ തിരുമേനി നമ്മളെ ഓർമ്മിപ്പിച്ചതുപോലെ നാം എത്രയോ പ്രാവശ്യം ദൈവവചനത്തിന് മുമ്പിൽ നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഇമോഷണലായി, സെൻറ്റിമെൻ്റലായി നാം എത്രയോ പ്രാവശ്യം ഞാൻ എൻ്റെ ഹൃദയത്തെ കർത്താവിന് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, കർത്താവിങ്കിലേക്ക് യഥാർത്ഥത്തിൽ നോക്കിയിട്ടുണ്ടോ? ജീവൻ പ്രാപിക്കുവാൻ, സമൃദ്ധമായ ജീവൻ പ്രാപിക്കുവാൻ അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുകയാണ്, വരിക, അവങ്കിലേക്ക് നോക്കുക. സർപ്പം ഗ്രസിച്ചിട്ടില്ലാത്ത ആരും ഇവിടെയില്ല. ഞാനും അഭിമന്യ തിരുമേനിയും പ്രിയപ്പെട്ട നിങ്ങളെല്ലാവരും സർപ്പം എപ്പോഴോ ഗ്രസിച്ചവരാണ്. എന്ന് പറഞ്ഞാൽ പാപത്തിൻ്റെ അടിമത്വമുള്ളവരാണ്. നമ്മുടെ ബേസിക്കായിട്ടുള്ള അഫർമേഷൻസിൽ ഒന്ന് നമ്മൾ പാപികളാണ് എന്നുള്ളതാണ്. ഒരു മനുഷ്യനെ പാപി എന്ന് വിളിക്കുന്നതാണ് ഏറ്റവും വലിയ പാപമെന്ന് പറഞ്ഞവരുണ്ട്. എന്നാൽ നമ്മൾ പാപികളാണ് എന്നുള്ളത് വേദപുസ്തകം നമുക്ക് തരുന്നൊരു അഫർമേഷനാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, പാപത്തിൻ്റെ പരിഹാരം കർത്താവായ യേശു ക്രിസ്തുവിങ്കലുണ്ട്. ഹല്ലേലൂയ. ഈ സമയങ്ങളിലൊക്കെ റിട്ടയർമെൻറ്റ് കഴിഞ്ഞപ്പോഴാണ് കുറച്ചുകൂടെ സുഖമായത് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ, അതുവരെയുള്ളതിനേക്കാൾ. അപ്പോൾ റിട്ടയർമെൻറ്റ് കഴിയുമ്പോൾ, കർത്താവെ, ഇനി ഇത്ര നാളൂടെ ഉള്ളല്ലോ, ഈ നവംബർ 10-ാം തീയതി എനിക്ക് 70 വയസ്സ് തികയും. അപ്പോൾ 70 കഴിഞ്ഞാൽ ഇതിൻ്റെ ലാസ്റ്റ് ഇങ്ങേ അറ്റത്തെ ലെവലിലായി മനുഷ്യൻ്റെ ആയുസ് 70 സംവത്സരം, ഏറെ ആയാൽ 80 സംവത്സരം. അതിൻ്റെ പ്രതാപം, പ്രയാസവും ഞെരുക്കവും സങ്കടവും ഒക്കെയാണ് എന്ന് തിരുവചനം പറയുന്നത് കൊണ്ട് ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ ഓർക്കുന്നത്, കർത്താവെ, 70 കഴിയുന്ന ദിവസങ്ങളൊക്കെ എനിക്ക് മുട്ടുവേദനയുടെയും ഊരവേദനയുടെയും തലവേദനയുടെയും വയറ്റുവേദനയുടെയും വേറെ എന്തെങ്കിലുമൊക്കെ വേദനകളുടെയും നാളുകളാവാമെന്നാണ്. ഇനി എത്ര കാലമുണ്ട് എന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു ചിന്ത. ഇന്ന് ഞാനൊരു കൊച്ചച്ഛനോട് രാവിലെ സംസാരിച്ച, അദ്ദേഹത്തിൻ്റെ പട്ടംകൊടയുടെ വാർഷികമായിരുന്നു. അപ്പോൾ എന്നെ വിളിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എങ്ങനെയുണ്ട് പട്ടക്കാരനായിട്ട് ഈ കഴിഞ്ഞ വർഷങ്ങളിൽ ഇതെങ്ങനെ അനുഭവമായി എന്നൊക്കെ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത്, എൻ്റെ ആയുസ്സിൻ്റെ നാളുകളൊക്കെ നെയ്ത്തോടത്തേക്കാൾ വേഗത്തിൽ ഓടിപ്പോയപ്പോൾ, എൻ്റെ കുഞ്ഞെ, എനിക്ക് തിരിച്ചറിവ്, ഇന്ന് ഞാൻ നിന്നോട് സംസാരിക്കുന്നത് പോലെയുള്ള തിരിച്ചറിവ് എനിക്കുണ്ടാകാതിരുന്ന നാളുകളുണ്ട് മോനെ. അതുകൊണ്ട് ഞാൻ നിന്നെ ഓർമ്മിപ്പിക്കുകയാണ്, ഈ നാളുകൾ ഏറ്റവും ഫലകരമായി ഉപയോഗിക്കണം. ദൈവത്തിന് സ്തോത്രം. ഫലകരമായി ഉപയോഗിക്കണം, ആഴത്തിലേക്ക് പോകാൻ കഴിയണം, നന്നായി റിഫ്ലക്റ്റ് ചെയ്യണം. അതിലുപരി നമ്മുടെ ശരീരാത്മദേഹികളെ കർത്താവിൻ്റെ സന്നിധിയിൽ ഒരു നൈവേദ്യമായി അർപ്പിച്ച് കർത്താവിന് വേണ്ടി ഒരു കുർബാനയായി തീരുവാൻ നിനക്കും കഴിയണം, എനിക്കും കഴിയണം. ഞാനിപ്പോൾ അത് നിരന്തരം ഓർക്കുകയാണ്. അടുത്ത സമയത്ത് നിരന്തരം പ്രാർത്ഥിക്കുവാൻ ഞാൻ വച്ചിരിക്കുന്ന ഒരു രീതി ജീസസ് പ്രെയർ തന്നെയാണ്. എന്താണ് ജീസസ് പ്രെയർ? ജീസസ് പ്രെയർ കുറിയേലായിസോൻ എന്നുള്ളതാണ്. കർത്താവേ, കരുണ ചെയ്യണമേ എന്നുള്ളതാണ്. നമ്മൾ കുറിയേലായിസോൻ ഇങ്ങനെ നീട്ടിച്ചൊല്ലും. ഞാനിപ്പോൾ കുറിയേ എന്ന് പറഞ്ഞ് നിർത്തിയതിന് ശേഷം മാത്രമേ ലായിസോൻ എന്ന് പറയാറുള്ളൂ. അതിൻ്റെ കാരണം കുറിയേ എന്ന് പറഞ്ഞാൽ എൻ്റെ ദൈവമേ, എൻ്റെ കർത്താവേ എന്ന. ലായിസോൻ, എന്നോട് കരുണ ചെയ്യണമേ. അഭിമന്യ പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ അവസാന സന്ദർഭങ്ങളെക്കുറിച്ച് തോമസ് നീലാർ മഠം എഴുതിയ
അദ്ദേഹത്തിൻ്റെ ഒരു ചരിത്രം എഴുതി വെച്ചപ്പോൾ പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയെക്കുറിച്ച് അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട്. അവസാന സമയങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ആലസ്യം അങ്ങേയറ്റം പറ്റുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മുറിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ കിടക്കയ്ക്ക് ഭിത്തിക്ക് നേരെ തിരിഞ്ഞു വിടുന്നുകൊണ്ട് അദ്ദേഹം നിരന്തരം പ്രാർത്ഥിച്ചത് കുറിയലായിസോൻ എന്ന് മാത്രമാണ്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് ദൈവസന്നിധിയിലിരുന്ന് പാപത്തിൻ്റെ കടിയേറ്റവർ നമുക്ക് കർത്താവെ കരുണ ചെയ്യണമേ എന്ന്, കുറിയലായിസോൻ എന്ന്, കർത്താവെ എന്നോട് കരുണ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുവാനുള്ള ദൈവകൃപ തരട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. നമ്മളിവിടെ വായിക്കുന്നുണ്ട്, തിബരിയാസിൻ്റെ തീരത്ത് യേശുതമ്പുരാൻ 5 അപ്പം കൊണ്ട് വലിയ പുരുഷാരത്തെ പോഷിപ്പിച്ച് 12 കൊട്ട ശേഷിച്ചത് നിറച്ചെടുത്തു എന്നാണ്. ആ 12 കൊട്ടയെക്കുറിച്ച് കർത്താവ് പറഞ്ഞു, ഒന്നും നഷ്ടപ്പെടുത്തി കളയരുത്, മുഴുവൻ ശേഖരിച്ചു വെക്കുക. എന്തിനാണ് ഈ അപ്പം ശേഖരിച്ചു വെച്ചത്? അത് ഫ്യൂച്ചർ യൂസിന് വേണ്ടി തന്നെയാണ്, അത് ഭാവിയിലെ ഉപയോഗത്തിന് വേണ്ടി തന്നെയാണ്. അല്ലാതെ എന്തിന് ശേഖരിച്ചു വെക്കണം? അതങ്ങനെ ശേഖരിച്ചു വെച്ചുവെങ്കിൽ, പ്രിയപ്പെട്ടവരെ ഞാൻ ഓർമ്മിപ്പിക്കട്ടെ, വിശുദ്ധ കുർബാന എനിക്ക് ജീവൻ്റെ അപ്പമായി തീരുന്നത് എന്തുകൊണ്ടാണ് എന്ന് ഞാൻ പറയുകയാണ്. അതിൻ്റെ കാരണം, ഞാൻ ക്ഷീണിച്ചു, ഞാൻ തളർന്നു, ഞാൻ വീണുപോകും എന്നെൻ്റെ ദൈവത്തിന് തോന്നിയപ്പോൾ അവനെനിക്ക് വഴിയാഹാരം ഒരുക്കിയതാണ്. ഹല്ലേലൂയ. മലയാളത്തിലെ സുന്ദരമായ ഒരു പദമാണ് പാഥേയം എന്നുള്ളത്. എന്താണ് പാഥേയം? അമ്മ പൊതിഞ്ഞു കെട്ടിത്തന്ന പൊതിച്ചോറാണ് പാഥേയം. എൻ്റെ വഴിയാത്രയിൽ എനിക്ക് ഭക്ഷിക്കുവാനായി അമ്മ പൊതിഞ്ഞു കെട്ടിത്തന്ന ആ പൊതിച്ചോറിന് പാഥേയം എന്നാണ് പറയാവുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതാ നമുക്ക് വേണ്ടി അപ്പം ഒരുക്കുന്ന, നമുക്ക് വേണ്ടി ഭക്ഷണം ഒരുക്കുന്ന കർത്താവ് അങ്ങ് പച്ച പുൽപ്പുറത്ത് അവരെ ഇരുത്തുകയാണ്. പച്ചയായ പുൽപ്പുറങ്ങളിലേക്ക് എന്നെ നടത്തണമേ, സ്വച്ഛതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ കിടത്തണമേ എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണം. അവിടെ പച്ചയായ പുൽപ്പുറത്ത് അവരെ ഇങ്ങനെ അണിനിരത്തുകയാണ്. അങ്ങനെ പച്ചയായ പുൽപ്പുറത്ത് കർത്താവ് അവരെ ഇരുത്തിയത് റോമൻ സാമ്രാജ്യത്തിൻ്റെ ബറ്റാലിയനുകളെ ഇങ്ങനെ അണിനിരത്തുന്നതിന് ഓപ്പോസിറ്റായിട്ടുള്ള മറ്റൊരു ചിന്തയാണ് എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. എന്നാൽ ഞാൻ ഒന്ന് വിശ്വസിക്കുന്നു. എന്താണെന്നറിയാമോ? ഞാൻ ഈ കഴിഞ്ഞ ദിവസമാണ് അതിനെക്കുറിച്ചൊരു ധ്യാനം കേട്ടത്. അവിടെ പറഞ്ഞിരിക്കുകയാണ്, അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പച്ചപ്പുല്ലിൽ ഇരുത്തലുണ്ടല്ലോ, അത് റിക്ലൈനിങ് എന്നാണ്. വന്നൽപ്പം ആശ്വസിച്ചു കൊള്ളുവീൻ എന്നാണ്. കർത്താവിരുത്തിയ പുൽപ്പുറങ്ങളിൽ ഇരിക്കുന്നവർ ആശ്വാസത്തിൻ്റെ ഇരിപ്പാണ് ഇരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഞാൻ ക്ഷീണിച്ചപ്പോൾ, ഞാൻ തളർന്നപ്പോൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്നെ ബലപ്പെടുത്തിയ ദൈവത്തിൻ്റെ ആഹാരമാണ് എനിക്ക് വിശുദ്ധ കുർബാന. ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന പുലന്നൂർ സെൻറ്ററിലെ പ്രിയപ്പെട്ടവർ, പ്രബുദ്ധരായ പ്രിയപ്പെട്ടവർ, ദൈവവചനത്തോടെ താല്പര്യമുള്ളവർ, ഞാൻ ഈ സംസാരിച്ചു തുടങ്ങിയ സമയം മുതൽ ഇതുവരെയും ഉറങ്ങാത്തവരായി, അങ്ങനെ ആളുകളെ കാണുന്ന വളരെ അപൂർവമാണ്. ഒട്ടും ഉറങ്ങാതെ നിങ്ങളിരുന്നപ്പോൾ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ, എനിക്ക് നിങ്ങളെക്കുറിച്ച് വളരെ സന്തോഷമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു, വിശുദ്ധ കുർബാന എനിക്ക് ജീവൻ്റെ പാഥേയമാണ്. എൻ്റെ വഴിയാത്രയിൽ എന്നെ ശക്തീകരിക്കുന്ന, ഞാൻ തളർന്നു പോകാതിരിക്കത്തക്കവണ്ണം എന്നെ ബലപ്പെടുത്തുന്ന പാഥേയമാണ്. ദൈവത്തിന് സ്തോത്രം. കർത്താവ് പറഞ്ഞു, ഇതെൻ്റെ ശരീരമാണ്, ഇതെൻ്റെ രക്തമാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഒന്ന് തിരുമേനി ശരീരത്തെക്കുറിച്ച് വളരെ നന്നായി പറഞ്ഞു കഴിഞ്ഞു. ഈ കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങളിൽ പങ്കാളികളാകുന്നവർ കർത്താവിൻ്റെ ശരീരമായി രൂപാന്തരപ്പെടുകയാണ്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ വിശുദ്ധ കുർബാനയിൽ ഈ എപ്പിക്ലേസിസിൻ്റെ പ്രാർത്ഥന, റൂഹാക്ഷണത്തിൻ്റെ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ ഈ അപ്പം നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ തിരുശരീരമായിരിക്കാൻ പരിശുദ്ധാത്മാവ് ഇതിനെ ശുദ്ധീകരിക്കട്ടെ എന്നുള്ളതിന് പകരം അവിടെ അതിനെ ശുദ്ധീകരിക്കട്ടെ എന്ന് എഴുതിയിരിക്കുന്നത് ഗ്രാമർ മിസ്റ്റേക്കാണ് എന്ന് പറഞ്ഞ തിരുമേനി ഗ്രാമറിനെ കുറിച്ച് പറഞ്ഞു. ഗ്രാമർ മിസ്റ്റേക്കാണെന്ന് പറഞ്ഞ നിരവധി ആളുകളുണ്ട്. ഞാനത് ധ്യാനിക്കാനായിട്ട് ശ്രമിക്കുകയായിരുന്നു, റൂബ്രിക്സ് വായിക്കാൻ ശ്രമിക്കുകയായിരുന്നു, അതിനടുത്ത പ്രാർത്ഥന ശ്രദ്ധിക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലാകുകയാണ്, ഈ അപ്പം എന്ന് പറയുന്നത് ഇവിടെ വെച്ചിരിക്കുന്ന ഈ 12 അപ്പത്തിൻ്റെ മേൽ മാത്രമുള്ള ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ആവാസമല്ല, പിന്നെയോ തിരുശരീരമായി തീരുന്ന സഭയുടെ മേലുള്ള ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ആവാസം കൂടെയാണ്. ഹല്ലേലൂയ.
ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഈ അപ്പം നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ തിരുശരീരമായിരിക്കാൻ പരിശുദ്ധ റൂഹ അതിനെ ശുദ്ധീകരിക്കട്ടെ എന്ന് പറയുമ്പോൾ എൻ്റെ പിമ്പിൽ നിൽക്കുന്ന ജനസമൂഹത്തെ മുഴുവനും കൂടെ ശുദ്ധീകരിക്കുന്ന, സാങ്ക്ടിഫൈ ചെയ്യുന്ന അനുഗ്രഹീതമായ ഒരനുഭവത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. അവിടെ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ ക്ഷീണിച്ച് തളർന്ന് പാപത്തിൻ്റെ അടിമകളായി പോകാതിരിക്കുവാൻ നമുക്ക് നൽകപ്പെട്ടതാണ് ഈ സ്വർഗീയ ആഹാരം. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പോകുന്നുടനെ ഈ വാക്ക് മറക്കാതെ കൊണ്ടുപോകണം. പൊതിച്ചോറെന്നുള്ളതല്ല, പാഥേയം എന്നൊരു വാക്ക്. ഇന്ന് വൈകുന്നേരത്തെ ഈ കൺവെൻഷനിൽ വന്ന് പങ്കെടുത്തത് കൊണ്ട് അത്രയെങ്കിലും ഒരു ഗുണം വരട്ടെ. പാഥേയം എന്നൊരു വാക്ക് എന്താണ്? എനിക്ക് വിശുദ്ധ കുർബാന അതെൻ്റെ ജീവൻ്റെ പാഥേയമാണ്. എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ഒരുക്കിയ ജീവൻ്റെ പൊതിച്ചോറാണ്. എൻ്റെ വഴിയാത്രയിൽ എന്നെ ബലപ്പെടുത്തുന്ന ദൈവകൃപയുടെ അനുഗ്രഹമാണ്. പഴയ നിയമത്തിൽ അതിമനോഹരമായ മറ്റൊരു സന്ദർഭമുണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ശ്രദ്ധിക്കണം. അത് ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായത്തിലാണ്. നിങ്ങൾ വായിക്കുന്നു എന്നാണ് എൻ്റെ വിചാരം. ഇത് കുറിച്ചാൽ മതി, നിങ്ങൾ വായിച്ചാൽ മതി. ഇതിപ്പോൾ വായിക്കാനുള്ള സമയമല്ലല്ലോ. അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, അബ്രഹാം 5 രാജാക്കന്മാരെ തോൽപ്പിച്ച് മടങ്ങി വരികയാണ്. അങ്ങനെ മടങ്ങി വരുമ്പോൾ ശാവേ താഴ്വരയിൽ വെച്ച് ഇത് അത്യുന്നത ദൈവത്തിൻ്റെ പുരോഹിതനായ മൽക്കീസദേക്ക് അബ്രഹാമിനെ എതിരേറ്റ് അബ്രഹാമിന് അപ്പവും വീഞ്ഞും നൽകി. പ്രിയപ്പെട്ടവരെ, അബ്രഹാമിൻ്റെ തുരുത്തിയിൽ, അബ്രഹാമിൻ്റെ ഭാണ്ഡത്തിൽ ആവശ്യം പോലെ അപ്പവും ഉണ്ട്, ആവശ്യം പോലെ വീഞ്ഞുമുണ്ട്. ഇല്ലാതെ അവർ പുറപ്പെടുകയില്ല എന്നാണ് എൻ്റെ വിചാരം. എന്നാൽ അബ്രഹാമിൻ്റെ തുരുത്തിയിലുള്ള അപ്പവും വീഞ്ഞും പോരാ ഇവരുടെ ജീവിതയാത്രയ്ക്ക് അനുഗ്രഹമാകാൻ, പ്രത്യേകിച്ച് അബ്രഹാമിന് അനുഗ്രഹമാകുവാൻ അത് പോരാ എന്നുള്ളത് കൊണ്ട് സ്വർഗത്തിൻ്റെ അപ്പം പങ്കുവെച്ച് കൊടുക്കുകയാണ്. മൽക്കീസദേക്ക് പങ്കുവച്ച അപ്പവും വീഞ്ഞും. ഹല്ലേലൂയ. നാം എന്നും വിശ്വസിക്കുന്നത് മൽക്കീസദേക്കിൻ്റെ ക്രമപ്രകാരമുള്ള എന്നേക്കുമുള്ള മഹാപുരോഹിതനാണ് നമ്മുടെ കർത്താവ് എന്നാണ്. മൽക്കീസദേക്കിൻ്റെ ക്രമപ്രകാരം നമുക്ക് ലഭ്യമായി തീരുന്ന അനുഗ്രഹീതമായ പാഥേയം അത് ദൈവം തമ്പുരാൻ നമുക്കൊരുക്കുകയാണ്. നമുക്കറിയാമല്ലോ, ഈ അപ്പവും വീഞ്ഞുമൊക്കെ, ഈ മൽക്കീസദേക്ക് പങ്കുവെച്ച അപ്പവും വീഞ്ഞുമൊക്കെ അബ്രഹാമിന് അങ്ങോട്ട് പങ്കുവെച്ച് കഴിഞ്ഞ ഉടനെ അബ്രഹാം സൊദോം രാജാവിനോട് പറയുകയാണ്, നീ കൊള്ളവസ്തുവായി പിടിച്ചതിൽ എനിക്കൊരു ചരടെങ്കിലും ആവശ്യമില്ല. എനിക്ക് ദുർമോഹമില്ല, എൻ്റെ ദുർമോഹമില്ല, എനിക്ക് ദുർമോഹമില്ല. അതിൻ്റെ കാരണം എനിക്ക് ഈ സ്വർഗീയ ഭോജനം എൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ ഇന്ന് തിരുമേനി, പ്രിയപ്പെട്ട അച്ഛന്മാരെ, പ്രിയപ്പെട്ട മോത്തിയച്ഛൻ, വളരെ താല്പര്യത്തോടുകൂടെ വിശുദ്ധ കുർബാന വർഷമായി ഈ വർഷത്തെ നമ്മൾ ആചരിക്കുകയും അതിൻ്റെ ദൈവവചന ധ്യാനങ്ങളൊക്കെ നടത്തുകയും ചെയ്യുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമുക്കിങ്ങനെയൊന്ന് പറയാൻ പറ്റുമോ? എൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ പാഥേയം എൻ്റെ വഴിയാത്രയ്ക്ക് കർത്താവ് തന്നിട്ടുള്ളത് കൊണ്ട് എനിക്കൊരു ചരടെങ്കിലും വേണ്ട. എൻ്റെ ദുർമോഹം, ദുശ്ചിന്ത, ദുർമോഹം ശമനം ചെയ്വതിനിന്നയ്യോ വിളിക്കുന്നു നിൻ നാമത്തെ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, യേശു നമുക്ക് പാഥേയമായി മാറുകയാണ്. അവൻ മലമേൽ കയറി അവിടെ ഇരുന്നു കൊണ്ടാണ് പുരുഷാരത്തെ വീണ്ടും കർത്താവ് ഉപദേശിക്കുന്നത്. തൻ്റെ അടുത്ത് വരുന്നവരെ ഉപദേശിക്കുവാനുള്ള വലിയ അനുഗ്രഹമുണ്ടാവുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് മലമേൽ കയറണം. ഏത് മലയാണ്? നമ്മൾ ഈ മത്തായി സുവിശേഷം 24-ാം അധ്യായത്തിലൊക്കെ കർത്താവിൻ്റെ ഈ ഡിസ്കോഴ്സ്, ഒലിവുമല ഡിസ്കോഴ്സ് വായിക്കുമ്പോൾ, ഒലിവുമല പ്രഭാഷണം വായിക്കുമ്പോൾ കർത്താവ് പറയുന്നുണ്ട്, അത് ശീതകാലത്താകാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. എന്നിട്ട് കർത്താവ് പറയുന്നുണ്ട്, വീട്ടിനകത്തുള്ളത് എടുക്കാൻ അന്നേരം അകത്തോട്ട് കയറിപ്പോകരുത്. എന്നിട്ട് പറഞ്ഞു, മലകളിലേക്ക് ഓടിപ്പോകട്ടെ. ഏത് മലയാണ് പ്രിയപ്പെട്ടവർ? ഏത് മലയാണ്? ഞാൻ വിശ്വസിക്കുന്നു അത് ദൈവിക സംസർഗത്തിൻ്റെ മലയാണ്. ഹല്ലേലൂയ. ഞാൻ വീണ്ടും ഓർപ്പിക്കുന്നു, നിരന്തരമായി നമ്മൾ അനുഭവിക്കുന്ന ദൈവ സാന്നിധ്യത്തിലൂടെ മാത്രമേ പൈശാചിക പോരാട്ടങ്ങളെ അതിജീവിക്കുവാൻ നമുക്ക് കഴിയുകയുള്ളൂ. നമ്മൾ അനുഭവിക്കുന്ന തിരുശരീരം നമ്മുടെ ഉള്ളിലിരിക്കുമ്പോൾ, അത് നമ്മുടെ ജീവൻ്റെ ഭാഗമാകുമ്പോൾ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ, കർത്താവ് അനുഷ്ഠിച്ച അന്ത്യപ്പെസഹായിൽ ആട്ടിൻകുട്ടിയെ കൊന്നില്ല. ആട്ടിൻകുട്ടിക്ക് പകരം കർത്താവ് ആട്ടിൻകുട്ടിയായ കർത്താവ് പറഞ്ഞു, ഇതെൻ്റെ രക്തമാണ്, ഈ രക്തത്താലാണ് നിങ്ങൾക്ക് വിമോചനം. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കുക, കർത്താവിൻ്റെ ജീവൻ നമ്മിലൂടെ ഓടുകയാണ്.
നാം കർത്താവിൻ്റെ ശരീരമാണെങ്കിൽ കർത്താവിൻ്റെ ജീവൻ നമ്മിലൂടെ പ്രവഹിക്കുകയാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. അതാണ് രക്തം. അത് കർത്താവിൻ്റെ ജീവനാണ്. രക്തത്തിലാണ് ജീവൻ എന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ദൈവത്തിൻ്റെ ജീവൻ പകരപ്പെടുകയാണ് വിശുദ്ധ കുർബാനയിൽ. ഹല്ലേലൂയ. എന്തെങ്കിലും മനസ്സിലായോ? മനസ്സിലായി എന്നാണ് എൻ്റെ വിശ്വാസം. മനസ്സിലാവണം എന്ന് തന്നെയാണ്. ഓരോ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോഴും പ്രിയപ്പെട്ടവരെ, നാം കർത്താവിൻ്റെ ശരീരമായി മാറുന്നു എന്ന് മാത്രമല്ല, കർത്താവിൻ്റെ ജീവൻ ഇതിലേക്ക് പകരപ്പെടുകയാണ്. കാട്ടൊലിവിൻ ശാഖയായിരുന്നോരെന്നിൽ നല്ല ഫലം കായ്പാൻ അവൻ വെട്ടി ഇണച്ചെന്നെ നല്ലൊലിവിൻ തരുവോടത് ചിന്തിച്ചെന്നും. ഹല്ലേലൂയ. നമ്മുടെ പിതാക്കന്മാർ എത്രയോ കാലം മുമ്പ് ആ പാട്ട് പാടിയതാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. നമ്മളും ഈ പാട്ടൊക്കെ പാടാറുണ്ട്. എന്നാൽ നമ്മൾ ഓർക്കണേ, കാട്ടൊലിവിൻ ശാഖയായിരുന്നോരെന്നെ നല്ല ഫലം കായ്പാൻ വെട്ടി ഇണച്ചെന്നെ നല്ലൊലിവിൻ്റെ തരുവാക്കി തീർത്തുവല്ലോ. എന്നെ നല്ല ഒലിവിൻ്റെ തരുവാക്കി തീർത്തതുകൊണ്ട് എന്നിലോടുന്നത് നല്ല ഒലിവായ യേശുവിലോടുന്ന ജീവൻ തന്നെയാണ്. ഹല്ലേലൂയ. യേശു പറഞ്ഞ വചനം നിങ്ങളൊന്നിപ്പോൾ ഏറ്റുപറയണം പ്രിയപ്പെട്ടവരെ. നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധമായ ജീവൻ ഉണ്ടാകുവാനും അത്രേ ഞാൻ വന്നത്. യേശുവിൻ്റെ ജീവൻ നമ്മുടെ ഈ മൺശരീരങ്ങളിൽ വ്യാപരിക്കട്ടെ. ഈ മൺശരീരം ഈ മണ്ണിൽ വീണുടഞ്ഞു പോകാനുള്ളതല്ല. ഈ മൺശരീരം ഉയർത്തെഴുന്നേൽക്കാനുള്ളതാണ്. ഹല്ലേലൂയ. ഉയർത്തെഴുന്നേൽക്കാനുള്ളതാണ്. റുഡോൾഫ് ബുൾട്ട്മാൻ എന്ന ദൈവശാസ്ത്രജ്ഞൻ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച് 2 തരത്തിൽ സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു, ഉയർത്തെഴുന്നേൽപ്പ് 2 തരത്തിലാണ്. ഒന്ന് റിസറക്ഷൻ എക്സിസ്റ്റൻഷ്യൽ, മറ്റൊന്ന് റിസറക്ഷൻ എസ്കറ്റോളജിക്കൽ. ഒന്ന് നമ്മുടെ വ്യാവഹാരിക ജീവിതാനുഭവങ്ങളിൽ നമ്മൾ അനുഭവിക്കുന്ന ഒരു റിസറക്ഷനുണ്ട്. രണ്ടാമത്തേത് കാലാന്ത്യത്തിൽ സംഭവിക്കുന്ന ഒരു റിസറക്ഷനുണ്ട്. ഓരോ ശവസംസ്കാര ശുശ്രൂഷയിലും മാമോദിസായേറ്റ് കർത്താവിൻ്റെ സഭയുടെ ഭാഗമായി തീർന്ന് ശരീരത്തെ നമ്മൾ മണ്ണിലേക്ക് ഏൽപ്പിക്കുമ്പോൾ നമ്മൾ പറയുന്നത് എന്താണ് പ്രിയപ്പെട്ടവരെ? ഒടുവിലത്തെ നാളത്തെ പുനരുത്ഥാനത്തിൽ നിത്യജീവനായി ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ള പ്രത്യാശയോടെ ഈ ശരീരത്തെ ഞങ്ങൾ മണ്ണിലേക്ക് ഏൽപ്പിക്കുന്നു. എന്തുകൊണ്ടാണ് ഈ ശരീരത്തെ നമ്മൾ അങ്ങനെ മണ്ണിലേക്ക് ഏൽപ്പിക്കുന്നതെന്നറിയാമോ? എന്തുകൊണ്ടെന്നാൽ അവൻ ഈ രക്തശരീരങ്ങളിൽ പങ്കാളിയായവനാണ്. ഈ ദേഹം യേശുവിൻ്റെ ശരീരമായി മാറി. ഈ ശരീരത്തിൽ ഓടിയതെല്ലാം യേശുവിൻ്റെ ജീവനാണ്. യേശു മരിച്ചവരിൽ ഉയർത്തെഴുന്നേറ്റതുപോലെ ഇവനും ഉയർത്തെഴുന്നേൽക്കും. ഹല്ലേലൂയ. റിസറക്ഷൻ എസ്കറ്റോളജിക്കൽ, കാലാന്ത്യത്തിൽ സംഭവിക്കുന്ന പുനരുത്ഥാനം അനുഭവമാകണമെങ്കിൽ ഈ വ്യാവഹാരിക തലത്തിൽ നമ്മൾ പുനരുത്ഥാനം അനുഭവിക്കണം. ഇവിടെ പുനരുത്ഥാനം അനുഭവിക്കാത്തവർക്ക് ആ പുനരുത്ഥാനം കൊണ്ട് എന്താണ് പ്രയോജനം? പ്രിയപ്പെട്ടവരെ, പുനരുത്ഥാനത്തിൻ്റെ അനുഭവത്തിൽ വളരുവാൻ ദൈവം നമുക്ക് സഹായിക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. എല്ലാ മരണശക്തികളിൽ നിന്നും നമ്മെ വിടുവിക്കുന്ന ദൈവിക ജീവൻ്റെ ആധാരവും അച്ചാരവുമാണ് വിശുദ്ധ കുർബാന. അതാണ് ജീവൻ്റെ അപ്പം. എല്ലാ മരണശക്തികളിൽ നിന്നും നമ്മെ വിമോചിപ്പിക്കുന്ന ജീവൻ്റെ അച്ചാരവും ആധാരവുമാണ് വിശുദ്ധ കുർബാന. ഞാൻ അവസാനിപ്പിക്കുകയാണ്. കരയുന്ന ജോസഫിനെ കുറിച്ച് ഒരു കഥയുണ്ട്. അഭിമന്യ തിരുമേനി വർഷങ്ങൾക്ക് മുമ്പ് മാർത്തോമാ സഭാമണ്ഡലത്തിൽ ചെയ്ത ഒരു ധ്യാന പ്രസംഗത്തിൽ ഒരു ബ്രസീലിയൻ എഴുത്തുകാരൻ്റെ ഈ ചെറുകഥയെക്കുറിച്ച് പരാമർശിച്ചിരുന്നു. അടുത്ത സമയത്ത് അതിൻ്റെ വേറൊരു വേർഷൻ ഞാൻ വേറൊരാളിൻ്റെ വായിൽ നിന്ന് കേട്ടു. അത് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. കരയുന്ന ജോസഫ് എന്നാണ്. അതായത് ഇങ്ങനെ ഹെരോദാവ് കൊല്ലുവാൻ പോകുന്നു കുഞ്ഞിനെ എന്ന് അറിഞ്ഞപ്പോൾ ആ വാർത്ത അറിഞ്ഞ് കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഓടുകയാണ് ഈ മനുഷ്യൻ. ഇതാ 1.5 മാസം നീണ്ടു നിൽക്കുന്ന ആ പദയാത്രയിൽ എവിടെയൊക്കെയോ രാത്രി അന്തി ഉറങ്ങുമ്പോൾ, രാത്രി അത്താഴത്തിന് ശേഷം എല്ലാ ദിവസവും ഈ മനുഷ്യൻ പൊട്ടിക്കരയുന്നത് മറിയ കാണുന്നുണ്ട്. എന്തിനാണ് അങ്ങ് കരയുന്നത് എന്ന് ചോദിക്കുമ്പോൾ ജോസഫ് പറയുകയാണ്, നമ്മൾ അറിഞ്ഞ ഈ വാർത്ത വേറെ 2 കുഞ്ഞുങ്ങളെ കൂടെ അറിയിച്ചിരുന്നുവെങ്കിൽ ആ 2 കുഞ്ഞുങ്ങളെ കൂടെ നമുക്ക് രക്ഷിക്കാമായിരുന്നുവല്ലോ. അത് സാധിക്കാത്തതിൻ്റെ കണ്ണുനീരാണ്. അത് സാധിക്കാത്തതിൻ്റെ കണ്ണുനീര് കൊണ്ടാണ് ജോസഫ് പിതാവ് നിരന്തരം കരയുന്നവനായി തീർന്നത്. ഒരു ചിന്തയാണ് പ്രിയപ്പെട്ടവരെ, കരയുന്ന ജോസഫ്. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ മനോഹരമായ ഒരു ചെറുകഥയുണ്ട് പോക്കറ്റടിക്കാരനെ കുറിച്ചാണ്. നിങ്ങളത് കേട്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ വായിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. വടക്കേ ഇന്ത്യയിലെ
ഒരു പട്ടണത്തിൽ ഒരു മനുഷ്യൻ വൈകുന്നേരം കോട്ടും സൂട്ടുമൊക്കെ ധരിച്ച് വളരെ മാന്യനായി ഒരു റെസ്റ്റോറൻറ്റിൽ പോയി ഭക്ഷണം കഴിക്കുകയാണ്. ഭക്ഷണം കഴിച്ചിട്ട് ബില്ല് കൊടുക്കാനായിട്ട് വരുമ്പോൾ അദ്ദേഹം പോക്കറ്റ് തപ്പുന്നുടനെ പോക്കറ്റിൽ പേഴ്സില്ലാത്തത് കൊണ്ട് പൈസ കൊടുക്കാനില്ലാതെ വല്ലാതെ വിഷമിച്ച് നിൽക്കുന്ന ഉടനെ കടക്കാരൻ പറഞ്ഞു, ഇതുപോലുള്ള ഒത്തിരി ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് അങ്ങനെ വിടാൻ തീരുമാനിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അയാളുടെ കോട്ടൂരി, അയാളുടെ ഷർട്ടൂരി, അയാളുടെ പാൻറ് ഊരാൻ തുടങ്ങുന്ന സമയത്ത് അയാൾ പറഞ്ഞു, സഹോദര, അടിക്ക് വേറെ ഒന്നും ഇട്ടിട്ടില്ല, ക്ഷമിക്കണേ, അതുകൊണ്ട് ഇത് ഊരരുത് എന്ന് പറഞ്ഞപ്പോൾ അതും കള്ളത്തരമാണെന്ന് പറഞ്ഞ് അത് ഊരാൻ ശ്രമിക്കുമ്പോൾ കാഴ്ചയിൽ പരുക്കനെന്ന് തോന്നിക്കുന്ന ഒരു മനുഷ്യൻ അപ്പുറത്ത് നിന്ന് ഇങ്ങോട്ട് വന്നു. എന്നിട്ട് അയാളുടെ ബില്ല് മുഴുവൻ കൊടുത്തു. എന്നിട്ട് അയാളെ പാൻറ്റും ഉടുപ്പും കോട്ടും ഒക്കെ ഇടിയിച്ച് അവിടുന്ന് പുറത്തിറക്കിക്കൊണ്ട് പോവുകയാണ്. കുറച്ചങ്ങോട്ട് ചെന്ന് ആളൊഴിഞ്ഞ ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ ഈ മനുഷ്യൻ കുറേ പേഴ്സുകളെടുത്ത് അയാളുടെ മുമ്പിൽ കാണിച്ചിട്ട് പറഞ്ഞു, ഇതിലേതാ നിൻ്റെതെന്ന് വെച്ചാൽ നീ എടുത്തോ, ഇത് നിൻ്റേത് ഏതെന്ന് എനിക്കറിഞ്ഞുകൂടാ, ഞാൻ ഇന്ന് പല പോക്കറ്റ് അടിച്ചതാണ്, അതിലൊന്നാണിത്. എന്നാൽ നിൻ്റെ ഈ അവസ്ഥ കണ്ടപ്പോൾ എനിക്ക് സങ്കടം തോന്നി, അതുകൊണ്ട് നിൻ്റേത് നിനക്കെടുക്കാം. പോക്കറ്റടിക്കാരൻ മത്സരാധിഷ്ഠിതമായൊരു ലോകത്തിൽ എങ്ങനെയെങ്കിലും പണം സമ്പാദിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യരുള്ള ഒരു സമൂഹത്തിൽ പോക്കറ്റടിക്കാരുടെ എണ്ണം പെരുകിക്കൊണ്ടിരിക്കുകയാണ്. അത് പോക്കറ്റ് കീറുന്നത് കൊണ്ട് മാത്രമല്ല, ഒരുപക്ഷെ കമ്മീഷൻ അടിക്കുന്നതിലൂടെയും അതുണ്ടാവാം എന്നാണ് എൻ്റെ വിചാരം. കൊച്ചു കൊച്ചു ജോലികൾ ചെയ്യുന്നതിൽ കമ്മീഷൻ അടിച്ച് പണക്കാരാവാൻ ശ്രമിക്കുന്ന, ശുശ്രൂഷകളിലൂടെ ധനവാന്മാരാകാൻ ശ്രമിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരൊക്കെ പോക്കറ്റടിക്കാരാണ് എന്നാണ് എൻ്റെ വിചാരം. പ്രിയപ്പെട്ടവരെ, പോക്കറ്റടിക്കാരൻ വളരുന്ന ഒരു കാലഘട്ടത്തിൽ വസ്ത്രമുരിയപ്പെടുന്ന നിസ്സഹായരായിട്ടുള്ള ആളുകളുടെ എണ്ണം പെരുകുകയാണ്. അങ്ങനെയുള്ള ആളുകളുടെ മധ്യത്തിൽ ഇവിടെ ഇതാ ഒരു പോക്കറ്റടിക്കാരനെ മുഹമ്മദ് ബഷീർ അങ്ങോട്ട് അവതരിപ്പിക്കുകയാണ്. ഈ പോക്കറ്റടിക്കാരനെ നമുക്കേതെങ്കിലും തരത്തിൽ നമുക്കൊരു പ്രചോദനമായിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ, ഒരുത്തൻ്റെ കരച്ചിൽ കണ്ടപ്പോൾ, ഒരുത്തൻ്റെ നിസ്സഹായത കണ്ടപ്പോൾ അതൊന്ന് മറികടക്കുവാൻ തനിക്ക് സാധിക്കും എന്നറിയുന്ന പോക്കറ്റടിക്കാരൻ്റെ മനസാക്ഷി നമുക്കുണ്ടോ എന്നുള്ളതാണ് ഒരു ചോദ്യം. പ്രിയപ്പെട്ടവരെ, ഞാൻ വീണ്ടും ഇന്ന് രാവിലെ വായിച്ച ഡെയിലി ബ്രെഡ് നമ്മുടെ ദൈനംദിന ആഹാരം, അതിനകത്ത് ഇന്ന് രാവിലെ വായിച്ചതാണ് ഒരു ധ്യാനം. അതിനകത്ത് ഇബ്രാഹിം എന്നു പേരുള്ള ഒരു ചെറുപ്പക്കാരനെ കുറിച്ചാണ് കഥ. ഇബ്രാഹിം ഒരു വെസ്റ്റ് ആഫ്രിക്കൻ ചെറുപ്പക്കാരനാണ്. അയാൾ ഇറ്റലിയിലേക്ക് കുടിയേറിയതാണ്. ഇറ്റലിയിൽ കുടിയേറി വന്നിട്ട് 12ാമത്തെ വയസ്സിൽ അവിടെ വന്ന ഈ ഇബ്രാഹിം കുടിയേറ്റത്തിൻ്റെ നൈതികതയെക്കുറിച്ചോ അതിൻ്റെ നീതിയെക്കുറിച്ചോ അന്യായത്തെക്കുറിച്ചോ ഒക്കെ ലോകം ചർച്ച ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നതെന്ന് നമുക്കറിയാം. എന്നാൽ അവിടെ ഈ മനുഷ്യൻ അവിടെ വന്ന് ഈ 20ാമത്തെ വയസ്സിൽ ഒരു പിസ്സ കട തുടങ്ങി. എന്നിട്ട് അദ്ദേഹം ഈ പാവപ്പെട്ട തെരുവിൽ അലയുന്ന കുഞ്ഞുങ്ങൾക്ക് ആഹാരമായിട്ട് എത്തിച്ചു കൊടുക്കാനുള്ള ഒരു ചാരിറ്റി പ്രോഗ്രാം ആരംഭിച്ചു. അദ്ദേഹത്തിൻ്റെ ജോലിയുടെ കൂടെ അദ്ദേഹം ആഗ്രഹിച്ചത് തന്നെപ്പോലെ ദുരിതമനുഭവിക്കുന്ന, തന്നെപ്പോലെ ജീവിതത്തിൽ ദൗർഭാഗ്യം അനുഭവിച്ച് ചില ആളുകൾക്കെങ്കിലും പ്രത്യാശ പകരുവാൻ തൻ്റെ ഈ ശുശ്രൂഷ മുഖാന്തരമായി തീരും എന്നാണ്. അതുകൊണ്ട് അദ്ദേഹം ചാരിറ്റിയിൽ ഒരു പിസ്സ ഡിസ്ട്രിബ്യൂഷൻ ആരംഭിച്ചതിനെക്കുറിച്ചാണ് ഇന്ന് രാവിലത്തെ ഡെയിലി ബ്രെഡിൽ ഞാൻ വായിച്ചത്. ഇബ്രാഹിം എന്ന ഇമിഗ്രൻ്റ്. പ്രിയപ്പെട്ടവരെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. വിശ്വാസത്തോടെ വിശുദ്ധ കുർബാന കൈക്കൊള്ളുന്ന നമുക്ക് ഈ പോക്കറ്റടിക്കാരൻ്റെ മനോഭാവമോ അല്ല എന്നുണ്ടെങ്കിൽ ഈ ഇബ്രാഹിമിൻ്റെ മനോഭാവമോ കരയുന്ന ജോസഫ് പിതാവിൻ്റെ മനോഭാവമോ നമ്മുടെ ഉള്ളിലുണ്ടോ? എൻ്റെ കണ്ണുകളെ ഒരു ജലതടാകമാക്കി, വറ്റാത്ത ഉറവയാക്കി എൻ്റെ ദൈവം തമ്പുരാനെ തീർക്കണമേ. അതെൻ്റെ സ്വകാര്യ ദുഃഖങ്ങളെ ഓർത്തുള്ള കരച്ചിലല്ല, പിന്നെ ദൈവനാമം ദുഷിക്കപ്പെടുന്നതിനെക്കുറിച്ചുള്ള ദുഃഖമാണ്, ദൈവരാജ്യം പങ്കിലമാകുന്നതിനെക്കുറിച്ചുള്ള ദുഃഖമാണ്, ദൈവരാജ്യത്തിൻ്റെ ഒരു അണികൾ വല്ലാതെ പിഴച്ചു പോകുന്നതിനെക്കുറിച്ചുള്ള ഒരു ദുഃഖമാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർമ്മിപ്പിക്കട്ടെ, നമുക്ക് ഇതിനൊരു മറുമരുന്ന് വിശുദ്ധ കുർബാനയല്ലാതെ വേറെ ഒന്നുമില്ല. ഈ ലോകത്തിൽ ക്രൈസ്തവ സമൂഹം
വല്ലാതെ ക്ഷീണിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. വല്ലാതെ വേറെ ചില സമൂഹങ്ങൾ പെറ്റുപെരുകുമ്പോൾ നമ്മുടെ സമൂഹം നമുക്കൊന്ന്, നമ്മൾ രണ്ട്, നമുക്കൊന്ന് എന്നൊക്കെയുള്ള മുദ്രാവാക്യം പറയുകയും പിന്നെ നമുക്കൊന്നും വേണ്ട എന്നുള്ള മുദ്രാവാക്യത്തിലേക്ക് വരികയും നോ കിഡ്സ് ഡബിൾ ഇൻകം എന്നുള്ള മുദ്രാവാക്യം മുഴക്കുകയും ചെയ്ത ഒരു സമൂഹത്തിൻ്റെ ഭാഗമായി നമ്മുടെ സമൂഹം തീർന്നതുകൊണ്ട് നമ്മുടെ സിറിയൻ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി, സുറിയാനി ക്രിസ്ത്യാനികളുടെ സമൂഹം ഒരു പാഴ്സി സിൻഡ്രോം അനുഭവിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. എന്താണ് പാഴ്സി സിൻഡ്രോം? പാഴ്സി സിൻഡ്രോം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വളരെ ശക്തരായൊരു സമൂഹമായിരുന്നു പാഴ്സികൾ. എന്നാൽ പാഴ്സികൾ ഇന്ന് അന്യം നിൽക്കുകയാണ്. ദേ ആർ ഡിക്ലൈനിങ്, അവരില്ലാതെ പോവുകയാണ്. ആൻഡ് വി ആർ ഓൾസോ ഫേസിങ് ദ സെയിം. ഒരു 20 വർഷം കഴിയുമ്പോൾ മാർത്തോമാ സഭയിലെ നമ്മുടെ പള്ളികളിൽ ഇപ്പോഴത്തെ നിലയിൽ ആര് കാണും? നമ്മുടെ പള്ളി ആരാധനകളിൽ ഇന്ന് 60 വയസ്സിന് കൂടുതലുള്ളവരാണ്, ഫെയ്റ്റൊക്കെ സീൽ ചെയ്യപ്പെട്ടവരാണ്. ഇനി ഞാൻ പറഞ്ഞതുപോലെ 70 വർഷം കൂടി വന്നാൽ 80 എന്ന് പറയുന്നൊരു കാലഘട്ടത്തിലാണ്. അങ്ങനെയാണെങ്കിൽ ഈ വരും കാലഘട്ടത്തിൽ നമ്മുടെ ജീവൻ എങ്ങനെയായിരിക്കും? ഈ ഒരു ധ്യാനത്തിൻ്റെ മുമ്പിൽ നമ്മളിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമുക്ക് ജീവനുണ്ടാകുവാനും സമൃദ്ധമായ ജീവനുണ്ടാകുവാനും അവൻ്റെ അടുത്തേക്ക് വരണം എന്ന് ഞാൻ ഓർമ്മിപ്പിച്ചു. ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിച്ചു. ദൈവത്തിന് നന്ദിയോടുകൂടെ സ്തോത്രം. ശ്രദ്ധ വെച്ച് കേട്ടിരുന്ന നിങ്ങളോട് ഞാൻ എൻ്റെ കടപ്പാട് അറിയിക്കുന്നു. ഇന്നത്തെ ഈ വേദഭാഗത്തെ എങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് പോലെ അവതരിപ്പിക്കാൻ പറ്റിയോ എന്നെനിക്കറിഞ്ഞുകൂടാ. ഞാൻ പറഞ്ഞു, യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം, 1 കൊരിന്ത്യർ 10-ാം അധ്യായം, ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായം, ഈ അധ്യായങ്ങളെല്ലാം ചേർത്ത് വെച്ച് നാം വായിക്കുക. എന്നിട്ട് നമ്മുടെ ആരാധനയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ആദ്യത്തെ പാട്ടുണ്ടല്ലോ, ദുശ്ചിന്ത ദുർമോഹം ശമനം ചെയ്യുവതിനയ്യോ വിളിക്കുന്നു നിന്നാമത്തെ എന്ന് നമുക്കൊന്ന് മനഃപൂർവ്വമായി പ്രാർത്ഥിക്കാൻ ദൈവം കൃപ ചെയ്യട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. താങ്ക് യു വെരി മച്ച്, താങ്ക് യു വെരി മച്ച്. നമുക്കൊരു പാട്ട് പാടാം. അന്നേരം സ്തോത്രാഴ്ച എടുത്താലും കുഴപ്പമില്ലായിരിക്കും. ഞാനൊരു പാട്ട് ഒന്ന് പാടുകയാണ്. പ്രിയപ്പെട്ടവരെ, അത് നമ്മളെല്ലാവരും പാടുന്ന വിശുദ്ധ കുർബാനയുടെ പാട്ടാണ്. അറിയാവുന്നവരെല്ലാവരും കൂടെ ചേർന്ന് പാടണം. സ്തോത്രകാഴ്ചയൊക്കെ എടുക്കുന്ന സമയത്ത്, സമയം കഴിഞ്ഞു പോയതുകൊണ്ടാണ് ഞാനങ്ങനെ പറഞ്ഞത്, എടുക്കുന്ന സമയത്ത് പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഈ പാട്ട് മറന്നു പോകരുത്. ഇത് മനോഹരമായ ഇന്നത്തെ ദൈവവചനവുമായി ബന്ധപ്പെട്ട പാട്ടാണ്. അതുകൊണ്ടാണ് പ്രൈസ് ദി ലോർഡ്. ഇതറിയാവുന്ന ആളുകളെല്ലാവരും കൂടെ പാടണം. അറിയാൻ വയ്യാത്തൊരു മൂളണം, അല്ലാത്തൊരു തലകുലുക്കുകയും ചെയ്യണം. ഏതെങ്കിലും തരത്തിൽ നമ്മുടെ ഒരു പാർട്ടിസിപ്പേഷൻ ഉണ്ടാവട്ടെ എന്നാണ് എൻ്റെ വിചാരം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പാടാം നമുക്ക്. മന്നായെ പൂജിക്ക ജീവ അപ്പമം മന്നായെ നാം പൂജിക്ക ദിവ്യമൊഴിയാം മന്നായെ നാം പൂജിക്ക മന്നായ യേശുവേ നാം മോദമോടെ പൂജിക്ക എന്നേക്കും ജീവിച്ചു നിത്യാനന്ദം ലഭ്യമാക്കാൻ മന്നായെ പൂജിക്ക ജീവ അപ്പമം മന്നായെ നാം പൂജിക്ക ദിവ്യമൊഴിയാം മന്നായെ നാം പൂജിക്ക. സ്തോത്രയാഴ്ച ഇട്ട് കഴിഞ്ഞ ആളുകൾ കണ്ണടച്ച് പാടണം. സ്തോത്രയാഴ്ച ഇടാനുള്ള ആളുകൾ പേഴ്സിൽ നിന്ന് പൈസ എടുക്കുന്നിടം വരെ കണ്ണ് തുറന്നിരുന്നാൽ മതി. അത് കഴിഞ്ഞ് അടുത്ത് വരുമ്പോൾ അതിനകത്ത് വിട്ടിടണം. നമ്മളെല്ലാവരും കൂടെ ചേർന്ന് പാടുക. കണ്ണടച്ച് പാടണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ദ്രിയങ്ങളെയൊക്കെ അടച്ചു വെച്ച് നമ്മളൊന്ന് ഹൃദയം ദൈവസന്നിധിയിൽ ഏകാഗ്രമാക്കുക എന്നാണ് എൻ്റെ ആഗ്രഹം. നമ്മൾ പാടുന്ന പാട്ടുകളൊക്കെ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് അങ്ങനെയുള്ളൊരു അനുഭവത്തിൽ നമുക്കൊന്ന് പാടാൻ പറ്റുമോ? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നമുക്കൊരുമിച്ച് പാടാം. മന്നായെ പൂജിക്ക ജീവ അപ്പമം മന്നായെ നാം പൂജിക്ക ദിവ്യമൊഴിയാം മന്നായെ നാം പൂജിക്ക മന്നായ യേശുവേ നാം മോദമോടെ പൂജിക്ക എന്നേക്കും ജീവിച്ചു നിത്യാനന്ദം ലഭ്യമാക്കാൻ മന്നായെ പൂജിക്ക
ജീവ അപ്പമാം മന്നായെ നാം പൂജിക്കാം. യേശു ജീവൻ്റെ അപ്പമാണ്. യേശു ജീവൻ്റെ അപ്പമാണ്. യേശു നൽകിയ ജീവൻ്റെ അപ്പമാണ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ഈ മന്ന. ഹല്ലേലൂയ. അന്ന് ഇസ്രായേൽ മക്കൾ മന്ന പ്രയോജനപ്പെടുത്താതെ പോയത്, നിത്യജീവന് പ്രയോജനപ്പെടുത്താതെ പോയത് അവരുടെ ദുശ്ചിന്ത കൊണ്ടും ദുർമോഹം കൊണ്ടും അവരുടെ വിഗ്രഹാരാധന കൊണ്ടും പരസംഗം കൊണ്ടും പെറുവെറുപ്പും കൊണ്ടാണ്. അങ്ങനെയെങ്കിൽ എൻ്റെ ദൈവം തമ്പുരാനെ, ഞങ്ങൾക്ക് വേണ്ടി നൽകപ്പെട്ട ഈ തിരുശരീര രക്തങ്ങളിൽ ഞങ്ങൾ പങ്കാളികളാകുമ്പോൾ അത് ഞങ്ങൾക്ക് ജീവൻ്റെ അപ്പമായി എന്നേക്കും ജീവിച്ച് നിത്യാനന്ദം പ്രാപിക്കുവാൻ മുഖാന്തരമാക്കണമേ എന്ന് മനഃപൂർവ്വമായി ഈ വാക്കുകളുടെ അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് പാടാനായിട്ടൊന്ന് ശ്രമിച്ചേ. അവസാനത്തെ വാക്കുകൾ മാത്രം. മന്നായാം യേശുവേ നാം മോദമോടെ ഭുജിക്കാൻ, എന്നേക്കും ജീവിച്ച് നിത്യാനന്ദം ലഭ്യമാക്കാൻ. ഈ വരികൾ അറിയാൻ വയ്യാത്ത ആരുമില്ല ഇതിനകത്ത്. എല്ലാവരും ചേർന്ന് പാടണം. ഇത് കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന സമർപ്പണത്തിൻ്റെ സന്ദർഭമാണ്. ഇത് പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് പാടാം. മന്നായമേശുവേ നാം മോദമോടെ പൂജിക്കാം, എന്നേക്കും ജീവിച്ചു നിത്യാനന്ദം ലഭ്യമാക്കാൻ. മന്നായെ പൂജിക്കാം, ജീവ അപ്പമം മന്നായെ നാം പൂജിക്കാം. ദിവ്യമൊഴിയാം മന്നായെ നാം